വേദപുസ്തകത്തിലെ ഒരു ചെറിയ വാക്യം മാത്രം ഈ സന്ധ്യയിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം. ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 27. ചെറിയൊരു വാക്യമാണ്. എഫേസർ 4-ാം അധ്യായം 27-ാം വാക്യം. പിശാചിന് ഇടം കൊടുക്കരുത്. കുറെ കൂടി ഭംഗിയായിട്ട് അതിൻ്റെ ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഡു നോട്ട് ഗിവ് എ ചാൻസ് ടു ഡെവിൾ. ചെറിയൊരു വാക്യമാണ്, നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വാക്യമാണ്. ഡു നോട്ട് ഗിവ് എ ചാൻസ് ടു ഡെവിൾ. ആർക്ക് കൊടുക്കരുത്? പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ പിശാചിന് ഇടം കൊടുക്കാറുണ്ടോ? ചില നേരങ്ങളിൽ നമ്മൾ അറിയാതെ പിശാചിന് ഇടം കൊടുക്കാറുണ്ട്. എപ്പോഴൊക്കെയാണെന്നോ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കുന്നത്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സാത്താന് നമ്മൾ ഇടം കൊടുക്കാറുണ്ട്. അറിവോടുകൂടി ആയിരിക്കണമെന്നില്ല, ചില നേരങ്ങളിൽ അറിയാതെ ആയിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധനായ അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ എഫേസ സഭയോട് ഓർമ്മിപ്പിക്കുകയാണ്: ഡു നോട്ട് ഗിവ് എ ചാൻസ് ടു ഡെവിൾ. പിശാചിന് ഒരു വിധത്തിലും ഒരിടവും കൊടുക്കരുത്. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ചില നേരങ്ങളിൽ പിശാചിന് ഇടം കൊടുക്കാറുണ്ട്. എവിടെയാണ് പിശാച് നമ്മളെ പരീക്ഷിക്കാൻ വരുന്നതെന്നറിയാമോ? പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണോ? പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണോ? പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ്. കാരണം എന്താണെന്നറിയാമോ? നന്നായി പ്രാർത്ഥിച്ച് നല്ല ആത്മാവിലിരിക്കുമ്പോഴാണ് പിശാച് കടന്നു വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യം, 1-2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് പിശാച് അടുത്തു വന്നു. അതിന് തൊട്ട് മുൻപുള്ള വാക്യം എങ്ങനെയാണ്? അവൻ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിട്ട് മടങ്ങി. അടുത്ത സെന്റൻസ് എന്താണോ? പിശാച് അവനെ പരീക്ഷിക്കാനായിട്ട് വന്നു. നമ്മൾ ചിന്തിക്കും പ്രാർത്ഥിക്കാതെ വേദപുസ്തകം വായിക്കാതിരിക്കുമ്പോഴാണ് സാത്താൻ അടുത്ത് വരുന്നതെന്ന്. അല്ല കേട്ടോ. നല്ല ആത്മീക ജീവിതത്തിലേക്ക് ഇങ്ങനെ ഉയരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥനയിലൂടെയൊക്കെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, തിരുവചനം കേട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഈ ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചേക്കേറുമ്പോൾ പിശാച് നമ്മളെ പരീക്ഷിക്കാനായിട്ട് അടുത്ത് വരും. കർത്താവ് ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചു. നമുക്ക് സുപരിചിതമാണ്. പരീക്ഷണങ്ങളെ അതിജീവിച്ചതിന് ശേഷം 1-ാമത്തെ സെന്റൻസ് എങ്ങനെയാണ്? ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അപ്പോൾ ആര് വന്നു? പിശാച് വന്നു. ആത്മാവ് നിറഞ്ഞവനായി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്: യേശുതമ്പുരാൻ ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി. പരീക്ഷണത്തിന് മുൻപ് ആത്മാവ് നിറഞ്ഞു. എന്നാൽ പരീക്ഷണം വിജയിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി. ഒന്നോർത്തെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ആത്മാവിൽ നിറഞ്ഞതാണ് മാമോദീസ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. എന്നിരുന്നിട്ടും നമ്മൾ പലവിധമായിരിക്കുന്ന പരീക്ഷണങ്ങളിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തി വീണു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിറഞ്ഞാൽ പോരാ, ആത്മാവിൻ്റെ ശക്തി ഉണ്ടാകണം. ആത്മാവിൻ്റെ ശക്തിയോടുകൂടി അവൻ പരീക്ഷണങ്ങളെ അതിജീവിച്ച് മടങ്ങി. യേശുവിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന പലർക്കും ഇതേ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആത്മാവിൽ നിറഞ്ഞവരായ പലർക്കും ഇതേ പരീക്ഷണങ്ങൾ. അതുകൊണ്ടാണ് പിശാച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യം കയറുന്നത്. ആരാധനകൾ അലക്ഷ്യമാകുമ്പോൾ സാത്താൻ ഒരാളുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കും. ആരാധനകൾ അലക്ഷ്യമാകുമ്പോൾ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം, സെയിന്റ് ജോൺ ചാപ്റ്റർ 13 വേഴ്സസ് 27. ആദ്യം നമ്മളൊരു 27-ാം വാക്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? എഫേസ്യർ 4:27 പിശാചിനിടം കൊടുക്കരുത്. ഇപ്പം നമ്മൾ പറഞ്ഞ 27 യോഹന്നാൻ 13:27. ഒറ്റ സെന്റൻസേ ഉള്ളൂ. യൂദ ഖണ്ഡം മേടിച്ചു. വിശുദ്ധ കുർബാന, ആ ഒരപ്പം യൂദ മേടിച്ചു. അടുത്ത സെന്റൻസ് എങ്ങനെയാണ്? സൈറ്റൻ എൻറ്റേർഡ് ഇൻടു ജൂദ. പിശാച് യൂദായുടെ ഉള്ളിൽ പ്രവേശിച്ചു. ആദ്യ കുർബാന സഹീയോൻ മാളികയിൽ നടക്കുകയാണ്. ആദ്യ കുർബാന അർപ്പിച്ചത് കർത്താവാണ്. ആദ്യ കുർബാന അർപ്പിച്ചതായ കർത്താവിനോട് ചേർന്നിരുന്ന ശ്ലീഹന്മാർ. പക്ഷേ അവരിൽ ഒരാളിലേക്ക് ആര് കടന്നു വരികയാണ്? പിശാച് വരിക. എപ്പോഴാ കടന്നു വന്നതെന്നറിയാമോ? വിശുദ്ധ കുർബാന മേടിച്ചപ്പോൾ.
ആദ്യ ഗണ്ണം, ഈ ലോകത്തിലെ ആദ്യ കുർബാനയുടെ ആദ്യ അംശം യൂദായ്ക്ക് കൊടുത്തപ്പോൾ മെശിഹായുടെ കൃപ പ്രവേശിക്കേണ്ടതിന് പകരം പിശാച് പ്രവേശിച്ചു. ഇവരെല്ലാവരെയും കർത്താവ് ഇങ്ങനെ ഒരുമനപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോയതാണ്. പക്ഷേ ആദ്യ കുർബാനയിലെ ആദ്യ അംശത്തിൽ ഈ മനുഷ്യനിലേക്ക് പിശാച് കയറി. ഒന്നോർത്തേ പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്, കർത്താവും ബാക്കിയുള്ള 12 ശ്ലീഹന്മാരും. എന്നിട്ടും കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളുടെ ആവശ്യം വന്നു, അല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം, ബിജു അച്ഛനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ അച്ഛൻ്റെ രൂപവും ഭാവവും നമുക്കറിയാവുന്നത് കൊണ്ട് ഈ ഇരിക്കുന്നത് നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ മതി, ഇതാണ്ട് ആ വഴി പോകുന്നയാള് ബിജു അച്ഛനാണെന്ന്. ഇത്രയും പോരെ കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട്? പിന്നെന്തിനാണ് മറ്റൊരാള്? പരീശന്മാർക്കും പുരോഹിതന്മാർക്കും അവിടെയുള്ള എല്ലാവർക്കും കർത്താവിനെ കണ്ടിട്ടെന്താ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ലേ? അതിനുത്തരം നൽകുന്നത് വലിയ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിന് തൊട്ടു മുൻപുള്ള രാത്രി പ്രാർത്ഥനയുടെ എഗ്ബോയിലാണ്. അതിപ്രകാരമാണ് നമ്മൾ ചൊല്ലുന്നത്: ശിഷ്യന്മാരും ഗുരുവും സമരായി കാണപ്പെട്ടു, നേതാവാരെന്നറിയാൻ ആർക്കും സാധിച്ചില്ല. കർത്താവിൻ്റെ കൂടെ നടന്ന ശ്ലീഹന്മാർക്ക് കർത്താവിനോടൊപ്പമുള്ള രൂപമായി, കർത്താവിനോടൊപ്പമുള്ള വളർച്ചയായി. യേശുവിനോട് ചേർന്നിരുന്ന് ആരാധനയിൽ പങ്കുകൊണ്ടവർ, വിശുദ്ധ കുർബാന അനുഭവിച്ചവർ, അവർക്ക് ആരുടെ രൂപം? യേശുവിൻ്റെ അതേപോലെയുള്ള രൂപം, അതേ പെരുമാറ്റം. നേതാവ് ആരാണെന്ന് ഇതിൽ അറിയുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ഒറ്റിക്കൊടുക്കുവാനായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ സെലക്ട് ചെയ്യുകയാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തു ചങ്കോട് ചേർത്ത് വെച്ചതായിരിക്കുന്ന ശ്ലീഹന്മാരിൽ ഒരാളിലേക്ക് ആ സന്ധിയിൽ, പെസഹായുടെ സന്ധിയിൽ പിശാച് പ്രവേശിച്ചു. ഓർക്കണം, അതിന്നും സംഭവിക്കുന്നുണ്ട്. ആരാധന അലക്ഷ്യമാകുമ്പോൾ പിശാച് കയറും. പള്ളിയിലാണെങ്കിലും കയറും, വീട്ടിലാണെങ്കിലും കയറും. ആരാധന അലക്ഷ്യമാകുന്ന ഒരു ദേവാലയത്തിൽ പിശാച് പ്രവേശിക്കും, യാതൊരു സംശയവുമില്ല. ആരാധന അലക്ഷ്യമായിട്ടെടുക്കുന്ന ഒരു വീട്ടിൽ ആര് കയറുമെന്നോ? പിശാച് കയറും. പിശാച് കയറിയാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചില ഭാവവ്യത്യാസങ്ങൾ ആയി തുടങ്ങും. അതുകൊണ്ടാണ് സാത്താൻ ചില നേരങ്ങളിൽ കൈയടിക്കുന്നുണ്ട്. മീഖാ പ്രവചനത്തിൽ മീഖായുടെ ഭവനത്തിന്റെ മുകളിലിരുന്ന് സാത്താൻ കൈയടിക്കുകയാണ്. മീഖാ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാത്താനെ നോക്കിയിട്ട് പറയാണ്: വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാനിപ്പോൾ വീണു പോയിട്ടുണ്ട്, പക്ഷെ വീണാലും ഞാൻ എഴുന്നേൽക്കും. ആരാധനയിലെ അലക്ഷ്യത ചില വേളകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിശാച് കയറുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. പഴയ നിയമത്തിന്റെ നാളുകളിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുകയാണ്. അവർക്ക് സ്വർഗത്തിൽ നിന്ന് യഹോവയായ ദൈവം മന്ന ഇറക്കി കൊടുത്തു. ജീവിതത്തിന്റെ വേളകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മന്ന ഭക്ഷിച്ചതായിരിക്കുന്ന ജനം യഹോവയായ ദൈവത്തോടൊന്നിച്ച് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും വഴികാട്ടിയായി അവരുടെ മുൻപേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ജനത്തിന്റെ ഇടയിൽ ആരാധനയിൽ ഒരു അലക്ഷ്യത വരികയാണ്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? എവിടെയാണ് അഗ്നിസർപ്പങ്ങൾ കടന്നു വന്നത്? അഗ്നിസർപ്പങ്ങൾ കടന്നു വരുന്നത് സംഖ്യാപുസ്തകം 21 അധ്യായത്തിലാണ്. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സസ് 5 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജനം ഈ അപ്പത്തെക്കുറിച്ച് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന മന്നയെക്കുറിച്ച് പറയുകയാണ്. ഇതൊരു സാരമില്ലാത്ത അപ്പമാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം 5 വാക്യം: വി ഡോണ്ട് നീഡ് ദിസ് മിസറബിൾ ഫുഡ്. ഞങ്ങൾക്ക് ഇത്ര സാരമില്ലാത്ത ആഹാരം വേണ്ട. ഇത് ഭക്ഷിച്ചാണ് ഇവർ ജീവിച്ചത്. ഈ ആഹാരമായിരുന്നു ഇവർക്ക് ജീവൻ നൽകിയത്. ഇങ്ങനെയുള്ള ജീവന്റെ ആഹാരത്തെക്കുറിച്ച് ഇവർ പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് വേണ്ട. അടുത്ത സെന്റൻസ് എന്താണോ? ഇത്ര സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലേക്ക് യഹോവയായ ദൈവം അഗ്നിസർപ്പങ്ങളെ അയച്ചു. അടുത്ത സെന്റൻസ്: അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചു, വിഷം പെരുകി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവരുടെ ഇടയിൽ മരണമുണ്ടായി. വിഷം കയറിയിട്ടാണ് അവരുടെ ഇടയിൽ മരണമുണ്ടാകുന്നത്. എവിടെയാണോ ആരാധനകൾ അലക്ഷ്യമാകുന്നത്, അവിടെ വിഷം കയറി തുടങ്ങും. അവിടെ ചില മനുഷ്യന്മാർ മരണപ്പെട്ടു തുടങ്ങും. മനസ്സിൽ നിന്ന് ചില മനുഷ്യന്മാർ മരിക്കുന്നതിൻ്റെ കാരണം എന്തെന്നോ? മനസ്സിൽ നിന്ന് ചില മനുഷ്യന്മാർ മരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ആരാധനകളിലെ അലക്ഷ്യതയാണ്. ചില വേളകളിൽ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ വിഷം കയറി വരുന്നുണ്ട്.
ഭിന്നത വരുന്നുണ്ട്, ഈർഷ്യ വരുന്നുണ്ട്, പക വരുന്നുണ്ട്, ശത്രുത വരുന്നുണ്ട്. അടുത്തിരിക്കുന്നവനെ നോക്കിക്കാണാനുള്ളതായിരിക്കുന്ന ഹൃദയവിശാലത നഷ്ടമാകുന്നുണ്ട്. ഓർക്കണം, ചില വിഷം കയറിയിട്ടുണ്ട്. ഒരേ ഭവനത്തിലാണ് താമസിക്കുന്നത്, പരസ്പരം സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, ഇടയിൽ ഭിന്നതയാണ്, കലഹമാണ്. ഓർക്കണം, ഏതോ ഒരു ആരാധനയിലെ അലക്ഷ്യത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ചില വിഷങ്ങൾ കയറ്റിയിട്ടുണ്ട്. അറിയാതെ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിഷം വന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആരാധനകൾ കുറെ കൂടി ശ്രദ്ധയുള്ളതാകണം. ആരാധനകളിൽ കുറെ കൂടി ദൈവത്തെ കാണുവാനായിട്ട് ഇടയാകണം. യൂദ ആരാധനയിൽ അലക്ഷ്യമായിരുന്നപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം, സൈറ്റൻ entered into ജൂദാ. എപ്പോഴാണെന്നറിയാമോ? അതിനു മുൻപ് കർത്താവ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ കുളിച്ചിരിക്കുന്നവരല്ലാതെ ശുദ്ധിയുള്ളവർ ആരുമില്ലല്ലോ. ഇങ്ങനെ ശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും ഒക്കെ കർത്താവ് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽപ്പെട്ടിങ്ങനെ വ്യാകുലപ്പെടുന്ന യൂദായുണ്ട്. യൂദായ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണം. കാരണം ഇത് കേട്ടിട്ട് അങ്ങ് പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് ഞാനിങ്ങനെ അമിതമായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അയാളായിരിക്കും. ആ 12 പേരുടെ കൂട്ടത്തിൽ 13-ാമനായിരിക്കുന്ന ക്രിസ്തു ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. ദാവീദ് അഹീഥോഫലിനെ കുറിച്ച് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, എൻ്റെ കൂടെ എൻ്റെ താലത്തിൽ കൈമുക്കുന്നവൻ എനിക്ക് നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വാചകങ്ങളൊക്കെ ഉച്ചരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. പക്ഷെ എന്നിട്ടും യൂദ മനസ്സിലാക്കുന്നില്ല. യൂദയുടെ ഉള്ളിൽ ഒരു നൊമ്പരമുണ്ട്. പക്ഷേ ഇതേ കാര്യം തന്നെ ചെയ്യുകയാണ്. ആദ്യമേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെന്നോ, കർത്താവിനെ ഒറ്റിക്കൊടുക്കണം. ചിലരങ്ങനെയാ, പള്ളി വരുന്നതിന് മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട് എന്താ പാപം ചെയ്യണമെന്ന്. അതുകൊണ്ടല്ലേ പള്ളി കഴിഞ്ഞിട്ടാകട്ടെ, പള്ളി കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി പറയാം. അങ്ങനെയല്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നേരത്തെ നിശ്ചയിച്ചു വെച്ചേക്കാം, പള്ളി കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ആരാധനകളിൽ ഇങ്ങനെ അലക്ഷ്യത കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2 ചെറുപ്പക്കാർ പള്ളിക്ക് പുറത്ത് നിന്ന് രക്ഷകനൂര് ചെയ്ത ചൊല്ലുക. രക്ഷകനൂര് ചെയ്ത അപ്പോൾ ഒരുത്തൻ മറ്റവനോട്, എടാ കൊടുക്കാൻ തുടങ്ങിയെന്ന്. എന്നാന്നറിയാമോ? കുർബാന കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഒറ്റച്ചാട്ടത്തിന് ഇവിടെ വരിക. പ്രിയപ്പെട്ടവരെ, ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ ഇങ്ങനെ അലക്ഷ്യത വരുന്നുണ്ട്. ആരാധനയിൽ നിഷ്ഠയുള്ള പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ജന്മപ്പെരുന്നാളിലേക്കാണ് നാം സഞ്ചരിക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് ഓർക്കണം, എവിടെയാണ് ആരാധനയിലെ അലക്ഷ്യത? ഒരു ദിവസം ഒരു 9 മണിയായപ്പം, ശനിയാഴ്ച വൈകുന്നേരം, ഞങ്ങളുടെ തിരുമേനി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നാളെ ഞാൻ പള്ളിയിൽ കുർബാനയെല്ലാം വരുന്നുണ്ട്. 9 മണിയായി രാത്രി. ഞാൻ ഉടനെ പള്ളിയിലേക്ക് ചെന്നു. ഒരിക്കൽ കൂടി നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി. ഞങ്ങളുടെ ശുശ്രൂഷക്കാരൻ വളരെ ഭംഗിയായിട്ട് നോക്കുന്നയാളാണ്. എന്നിരുന്നാലും എനിക്കൊരു അസ്വസ്ഥത. ഞാൻ ഒരിക്കൽ കൂടി ത്രോണോസിൻ്റെ അവിടെ ചെന്ന് ഒരു സൈഡിലിരുന്ന് തുണിയെടുത്ത് പൊടി തട്ടി മെഴുകുതിരിയെല്ലാം ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കി വെച്ചു. കുരിശ് ശരിയാണോ, എല്ലാ കാര്യങ്ങളും പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 1/4 മണിക്കൂർ അതെല്ലാം നോക്കി താഴെ വന്ന് നോക്കി. എൻ്റെ മനസ്സിനൊരു സംതൃപ്തിയായി. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരാൾ എൻ്റെ മനസ്സിനോട് ചോദിച്ചു, എത്രയോ നാളുകൾ ഈ ബലിപീഠത്തിലേക്ക് ഞാൻ ഇറങ്ങി വന്നു, നീ ഇത്രമേൽ ശ്രദ്ധിച്ചോ? എത്രയോ നാളുകൾ സ്വർഗത്തിൽ നിന്ന് ഈ ബലിപീഠത്തിലേക്ക് യഥാർത്ഥമായി ഞാൻ ഇറങ്ങി വന്നിട്ട് നീ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇതാ നിന്റെ മുകളിൽ ഇരിക്കുന്നതായിരിക്കുന്ന ആള് നാളെ കടന്നു വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ബലിപീഠത്തിലേക്ക് നീ ഇത്രമേൽ ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് മനുഷ്യർ കാണുന്നതിനല്ല നമ്മുടെ ആരാധനകളിലെ ശ്രദ്ധ, മറിച്ച് ദൈവം കാണുന്നതിലാണ്. ദൈവം കാണുന്ന ഒരു ആരാധനയുണ്ട്. ബഹുമാനപ്പെട്ട സുബിനച്ചനും ഞാനുമൊക്കെ അഭിവന്യ സക്കറിയ മാർ തെയോഫിലോസ് തിരുമേനിയുടെ കൂടെ ജീവിച്ച ആളുകളാണ്. എന്നും കുർബാന ചൊല്ലുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ സത്യമായിട്ടും അത് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല, ഞങ്ങൾക്ക്, കാരണം കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക്. പക്ഷെ ഒരിക്കൽ പോലും അതിനകത്തൊരു അശ്രദ്ധ ഞങ്ങൾ തിരുമേനിയിൽ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും, നിങ്ങൾ നോർത്തെ, എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് നമുക്കൊരു ബോറിങ് തോന്നും. കുർബാന ചൊല്ലണമെങ്കിൽ എല്ലാം കൂടി നമസ്കാരങ്ങളെല്ലാം തികച്ച് വിശുദ്ധ കുർബാന കഴിയുമ്പോൾ 2 മണിക്കൂർ എടുക്കും. ഇത് ചിലപ്പോൾ വെളുപ്പിന് 4 മണിക്കായിരിക്കും, ചിലപ്പോൾ വെളുപ്പിന് 5 മണിക്കായിരിക്കും. കുർബാന ചൊല്ലുന്നത് തിരുമേനിക്ക് യാതൊരു അശ്രദ്ധയില്ല. കൂടെ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ ഭയങ്കര അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാനായിട്ട് പറ്റുകയില്ലല്ലോ. ഓർക്കണം, ഇങ്ങനെയൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ബലി അർപ്പിച്ചത് അത്രമേൽ ഏകാഗ്ര ഹൃദയത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അവരുടെയൊന്നും ജീവിതത്തിൽ ആര് കയറിയില്ല?
പിശാച് കയറിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ബലിയർപ്പണത്തിൽ, ആരാധനയിൽ അലക്ഷ്യത വരുമ്പോൾ എന്ത് വരുമെന്നോ അറിയാതെ പിശാച് കയറി വരും. അതുകൊണ്ടാണ് 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ശൗൽ ശമൂവേലിന് മുൻപ് ബലിയർപ്പിക്കുകയാണ്. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവ്, ബെന്യാമീൻ ഗോത്രക്കാരൻ, കീശിന്റെ മകൻ ശമൂവേൽ അഭിഷേകം ചെയ്തതാണ് ശൗലിനെ. ബലിയർപ്പണത്തിനായി ഗിൽഗാലിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ബലിപീഠമുണ്ട്, ബലിവസ്തുവുണ്ട്. ബലിയർപ്പണത്തിനായി എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ വരുന്നതിന് മുൻപ് ശൗലിനോട് കൂടെയുള്ളവർ പറയാണ്, എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നേ? ബലിയർപ്പണം തുടങ്ങിക്കൂടെ? ലോജിക്കൽ പരമായിട്ട് ശരിയല്ലേ? ഒരല്പം ലേറ്റായി. ആര് വരാൻ? പ്രവാചകൻ രാമയിൽ നിന്ന് ശമൂവേൽ വരാനായിട്ട് ഒരല്പം ലേറ്റായി. രാജാവിനോട് ജനം പറഞ്ഞു, ബലിയർപ്പണം നടത്തിക്കോളാൻ പറഞ്ഞു. കൂടെയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഹോമയാഗങ്ങളും ദഹനയാഗങ്ങളും ശൗൽ രാജാവ് അർപ്പിച്ചു. ബലിയർപ്പണം തുടങ്ങിയപ്പോൾ ആര് വന്നോ? പ്രവാചകൻ വന്നു. ശമൂവേൽ പ്രവാചകൻ കടന്നു വരികയാണ്. ശമൂവേൽ പ്രവാചകൻ ശൗല് ബലിയർപ്പിച്ചത് കണ്ടിട്ട് ശൗലിനോട് പറയുകയാണ്, എന്തായി ചെയ്തേ? നിന്റെ ബലിയർപ്പണത്തിൽ എവിടെയാ പിഴവ് വന്നു പോയേ? എന്താ നിന്റെ ജീവിതത്തിൽ വന്നു പോയേ? അലക്ഷ്യമായിട്ടുള്ള ഒരാരാധന. പ്രിയപ്പെട്ടവരെ, അലക്ഷ്യമായ ആരാധന ശൗലിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവാത്മാവിനെ എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യം, യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, പകരം ദുരാത്മാവ് അവനെ ബാധിച്ചു. 1 ശമൂവേൽ 16:14, ലോർഡ് സ്പിരിറ്റ് ലെഫ്റ്റ് ആൻഡ് ഈവിൾ സ്പിരിറ്റ് കം. ദൈവത്തിൻ്റെ ആത്മാവ് പോവും കേട്ടോ. നമ്മുടെ ശ്രദ്ധയില്ലാത്ത ആരാധനകളും അലക്ഷ്യമായ പ്രാർത്ഥനകളും. അതുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ചത്, അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശംവദനായി. അടുത്തെന്താ? സ്വാൽമത്തെ സ്വയമേ. ഇനി നിങ്ങൾ വേദപുസ്തകത്തിൽ ഈ 2 പേരെയും ഒന്ന് ഓർത്തേ. ബലിയർപ്പണത്തിൽ അലക്ഷ്യത കാണിച്ചതായിരിക്കുന്ന ശൗൽ ജീവിതം എവിടെ എത്തിച്ചേർന്നോ? ഇസ്രായേലിലെ 1-ാമത്തെ രാജാവിന്റെ മരണം ആത്മഹത്യയായിരുന്നു. യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നതായിരിക്കുന്ന ശിഷ്യനായ യൂദയുടെ മരണം ആത്മഹത്യയായിരുന്നു. ഓർക്കണം, ജീവിതത്തെ നശിപ്പിക്കുന്നതായിരിക്കുന്ന രീതിയിലേക്ക് വിഷം കയറുന്നതായിരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ ആരാധനയിലെ അലക്ഷ്യത മൂലം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാരാധന പോലും അലക്ഷ്യമാക്കി നടത്തരുതേ. നമ്മുടെ വീടുകളിലാകട്ടെ, നമ്മുടെ ആരാധനാലയങ്ങളിലാകട്ടെ, നമ്മൾ കാരണം ഇതിലേക്ക് ഭിന്നത കയറരുത്. നമ്മൾ കാരണം ഇതിലേക്ക് ഈർഷ്യ കയറരുത്. നമ്മൾ കാരണം കലഹം കയറരുത്. ആരാധനകൾ അലക്ഷ്യമാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടമാകുന്നുണ്ട്. വേദപുസ്തകത്തിൽ പിന്നീട് നമ്മളൊരു മനുഷ്യനെ കാണുന്നുണ്ട്. യേശുക്രിസ്തു ആരാധിക്കാനായിട്ട് വിളിച്ചു കൊണ്ടുപോയി ഗെത്സമനത്തോട്ടത്തിലേക്ക്. ഒലിവ് മരങ്ങൾക്കിടയിൽ അവൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. അവരോട് എന്നാ പറഞ്ഞു? നമ്മൾ പറഞ്ഞ ആമുഖവാക്യം പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഉണർന്നിരിക്കണം, നിങ്ങൾ എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലേ? എന്നാ പറ്റി ശിഷ്യന്മാർക്ക്? ഉറങ്ങിപ്പോയി. രാത്രി ആയതുകൊണ്ടായിരിക്കും അല്ലേ? രാത്രിയിലാണ് കൊണ്ടേ അവർ ഉറങ്ങിപ്പോയി. പിന്നീട് വരുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചേ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോയ ശ്ലീഹന്മാർ ഉറങ്ങിപ്പോയി. ആ രാത്രിയിൽ പടയാളികൾ വാളും വെളിച്ചവും ഒക്കെയായിട്ട് യൂദായുടെ നേതൃത്വത്തിൽ ഗത്സമൻ തോട്ടത്തിലേക്ക് എത്തുകയാണ്. നിലാവരിച്ചിറങ്ങുന്നതായിരിക്കുന്ന ഗത്സമൻ തോട്ടത്തിൽ ഒലിവ് മരങ്ങൾക്കിടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദയുണ്ട്. അവനെ പിടിച്ചുകൊണ്ടു പോകുവാനായിട്ട് കിങ്കരന്മാരുണ്ട്. പത്രോസിന് പെട്ടെന്ന് ദേഷ്യം വന്നു. പത്രോസ് എന്ത് ചെയ്തു? വാളെടുത്ത് ഒരു ദാസനെ വെട്ടി. ആ ദാസന്റെ പേര് പറയാമോ? മൽക്കോസ്. മൽക്കോസ് എന്ന് പറയുന്ന ദാസന്റെ ചെവി വെട്ടി. പെട്ടെന്ന് ആരുടെ മനസ്സിൽ ഈർഷ്യ വന്നെന്നോ? യേശുവിന്റെ ഭാവമുള്ള, യേശുവിന്റെ രൂപമുള്ള, യേശുവിനോട് ചേർന്നിരുന്ന പത്രോസിന്റെ ജീവിതത്തിൽ ഈർഷ്യ കടന്നു വരികയാണ്. വിഷം കയറി തുടങ്ങി. ആരിലേക്ക്? പത്രോസിലേക്കും. പെട്ടെന്ന് വാളെടുത്തൊരു വെട്ടുകൊടുത്തു. ഒന്നും ആലോചിക്കുന്നില്ല, മറ്റൊരു സെന്റൻസ് പോലും ജീവിതത്തിൽ ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2 Corinthians chapter 12 verses 20 ചില കാര്യങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ പിശാച് കയറി വരുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണെന്നറിയാവോ? ഭിന്നതയുണ്ടാകും.
പെട്ടെന്ന് എല്ലാ കാര്യത്തിനകത്തും ഭിന്നത, ഭിന്നിപ്പിക്കുന്ന വർത്തമാനമേ പറയത്തുള്ളൂ. എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ ഭിന്നിപ്പിക്കുന്ന വാക്കുകളെ പറയത്തുള്ളൂ. രണ്ടാമത്തെ എന്താണോ? കലഹം. ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ കലഹം ഉണ്ടാക്കും. മൂന്നാമത്തേത് പിണക്കം, പിന്നീട് ഈർഷ്യ, ക്രോധം, നിഗളം. ഇതെല്ലാം ഇങ്ങനെ ചെയിനായിട്ട് കിടക്കുക. ഒരു ചെറിയ പിശാചിനെ കയറ്റി വിട്ടാൽ മതി, ഇതെല്ലാം നടക്കും. ഓർക്കണം, ആരാധനയിൽ ഒരു വലിയ അലക്ഷ്യത. അതുകൊണ്ടാണ് പത്രോസ് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി വാളെടുത്ത് വെട്ടി. അടുത്തത് എന്താ ചെയ്യുന്നതെന്നറിയാമോ? പത്രോസ് തള്ളിപ്പറയാനായിട്ട് തുടങ്ങി. യേശു തമ്പുരാൻ ഉറപ്പ് കൊടുത്തതാണ്, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. പത്രോസ് തള്ളിപ്പറയാനായിട്ട് തുടങ്ങി. ജീവിതത്തിൽ കർത്താവിനോടൊപ്പം ഉണർന്നിരിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, ആരാധനയിൽ ചില അലക്ഷ്യതകൾ കടന്നു വരുമ്പോൾ ഓർക്കണം, യേശുവിനെ തള്ളിപ്പറയാനായിട്ട് തുടങ്ങും. യേശുവിന്റെ കൂടെ പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നീട് ഈ പത്രോസിനെ അന്വേഷിച്ചുകൊണ്ട് കർത്താവ് തിബരിയോസ് തടാക തീരത്ത് കടന്നു വരികയാണ്. അവിടെ അവനെ അന്വേഷിച്ച് പിടിച്ച് അവനോട് വീണ്ടും ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. തള്ളിപ്പറഞ്ഞതായിരിക്കുന്ന, വാളെടുത്തതായിരിക്കുന്ന പത്രോസിനെ വീണ്ടും കർത്താവ് ഈ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്നോ? പത്രോസിന്റെ കണ്ണുകളും കർത്താവിന്റെ കണ്ണുകളും ഇടയ്ക്കൊരു നിമിഷത്തിൽ ഉടക്കുന്നുണ്ട്. കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുവെന്ന് കണ്ടതായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പിന്നാലെ നടക്കുന്നുണ്ട്. പിന്നാലെ നടക്കുന്നതായിരിക്കുന്ന പത്രോസിന്റെ കണ്ണുകളിലേക്ക് കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് തിരുവെഴുത്ത്. കണ്ണുകൾ പരസ്പരം ഒന്നുടക്കിയപ്പോൾ കർത്താവ് അവനെ തിരിച്ചു പിടിച്ചു. പ്രിയമുള്ളവരെ, ഈ കണ്ണുകൾ ക്രിസ്തുവിന്റെ കണ്ണുകളിലാകുന്നതിനെ വിളിക്കുന്ന പേരാണ് ശ്രദ്ധയുള്ള ആരാധന. അതുകൊണ്ടാണ് പട്ടക്കാരൻ ഓർമ്മിപ്പിക്കുന്നത്, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും മഹോന്നതങ്ങളിൽ ആയിരിക്കണമെന്ന്. അപ്പം നമ്മൾ എന്നാ പറയും? അതൊക്കെ അവിടെ ഉണ്ടെന്ന് പറയും, അല്ലേ? പക്ഷെ നമ്മുടെ കണ്ണുകൾ എവിടെയായിരിക്കണം? ക്രിസ്തുവിൻ്റെ കണ്ണുകളിലായിരിക്കണം. ഓർക്കണമേ, അലസത ബാധിച്ചാൽ ആരാധനയിൽ ചില പ്രയാസങ്ങൾ വരും. ഒരു വീട്ടിൽ അലസത വന്നു. ആരുടെ വീട്ടിലാണെന്നറിയോ? ഇസ്രയേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദിന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരു അശ്രദ്ധ വന്നു, ഒരു അലക്ഷ്യത വന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം. അലക്ഷ്യത വന്നത് രാജാവിന്റെ വീട്ടിലാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം. സന്ധ്യയായപ്പോൾ ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. സന്ധ്യയായപ്പോൾ ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. ആ വാക്ക് ശ്രദ്ധിക്കണമേ. ഇതേ വാക്ക് തന്നെ വേദപുസ്തകത്തിൽ മറ്റൊരിടത്ത് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഹീബ്രു ഒരേപോലെ തന്നെയാണ് വരുന്നത്. സന്ധ്യയായപ്പോൾ എഴുന്നേറ്റു. ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്നതും വെയിലാറിയപ്പോൾ എന്നാണ് മലയാളത്തിൽ. പക്ഷെ 2 വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്ന മൂല വേഡ് ഒരേ അർത്ഥം തന്നെയാണ്, സന്ധ്യയായപ്പോൾ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന വാക്കിൽ ഇങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്: വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം അവരുടെ കൂടെ നടക്കാൻ വന്നു. അവന്റെ ശബ്ദം ആദാമും ഹവ്വായും തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിന്റെ യഹോവയായ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നതിനെ വിളിക്കുന്ന പേരാണ് ആരാധന. യഹോവയായ ദൈവം കൂടെ നടക്കുന്നതായിരിക്കുന്ന സമയമാണ് ആരാധന. എന്നാൽ 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ യഹോവയായ ദൈവം കടന്നു വരുന്ന സമയത്ത് ദാവീദ് എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് ഉണർവില്ലാതെ പോയി ദാവീദിന്. സന്ധ്യയായപ്പോൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. ആരാധനയിൽ ഒരു അലക്ഷ്യത, പ്രാർത്ഥനയ്ക്ക് ഉത്സാഹമില്ല. അങ്ങനെ എഴുന്നേറ്റതായിരിക്കുന്ന ദാവീദ് ദൂരെ ഒരു പാപം കണ്ടു. ഓർക്കണം, ആരാധനയിൽ അലക്ഷ്യത വരുമ്പോൾ പാപത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങ് ദൂരെയാണ് ഒരു പാപം കണ്ടത്. പിന്നീട് ഈ പാപം ദാവീദിനെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതിൽ നിന്ന് 3 പാപങ്ങൾ ഉരുത്തിരിയുന്നുണ്ട്. ഒന്നാമത്, ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വ്യഭിചാരത്തിന്റെ ദുർബോധം വന്ന് കയറി. രണ്ടാമത്, ദാവീദിന്റെ ജീവിതത്തിൽ ഊറിയാവിന് മദ്യം കൊടുത്ത് ഒരു മദ്യപാനത്തിൻ്റെതായിരിക്കുന്ന ദുർബോധം വന്ന് കയറി. മൂന്നാമത്, ദാവീദിന്റെ ജീവിതത്തിൽ ഊറിയാവിനെ കൊന്ന് കൊലപാതകനായി തീർന്നു. അങ്ങനെ ഈ 3 പാപം കിടക്കുകയാണ്. ഒന്നാമത്തേത് വ്യഭിചാരം, രണ്ടാമത്തേത് മദ്യപാനം, മൂന്നാമത്തേത് കൊലപാതകം. ഇത് 3 കിടക്കുക. നിങ്ങളൊന്നോർത്തേ, തിരുവചനത്തിന്റെ താളുകളിൽ ഈ 3 പാപവും ആരും കണ്ടില്ല. ഈ 3 പാപത്തിന്റെയും മൂലപാപം ദാവീദ് ആരാധനയിലെ ഒരു അലക്ഷ്യത. സന്ധ്യയായപ്പോൾ യഹോവയായ ദൈവത്തിന്റെ കൂടെ നടക്കേണ്ടുന്ന ദാവീദ് യഹോവയായ ദൈവത്തിന്റെ കൂടെ നടക്കാതെ അലസതയോട് കൂടിയിരുന്നപ്പോൾ പാപം കടന്നു വരികയാണ്. ഒന്നാമത്തേത്
വ്യഭിചാരം. രണ്ടാമത്തെ എന്നാ? മദ്യപാനം. മൂന്നാമത്തേത്, നമുക്കിത് മൂന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നിലവിൽ കുഴപ്പമില്ല എന്ന് നമ്മൾ കരുതും. പക്ഷെ നമുക്കുള്ളതായിരിക്കുന്ന പാപങ്ങൾ പലതും ഉണ്ടായിരിക്കാം. അപ്പോൾ ഓർക്കണം, നമുക്കുള്ള ചില പാപങ്ങൾ നമ്മൾ കരുതിയാൽ മതി. ഈ 3 പാപങ്ങളും എവിടെ കിടക്കുകയാണോ? ദാവീദിന്റെ വീട്ടിൽ കിടക്കുക. ആരെങ്കിലും കണ്ടോ? കണ്ടില്ല. ഒരു മനുഷ്യൻ ഈ 3 പാപവും അറിഞ്ഞിട്ടില്ല. വ്യഭിചാരം ബത്ശേബയുമായി നടന്നത് അറിഞ്ഞില്ല. ഊറിയാവിന് മദ്യം കൊടുത്തത് ഒറ്റയ്ക്ക, അതും ആരും അറിഞ്ഞില്ല. ഊറിയാവിനെ പടയുടെ മുൻപിൽ നിർത്തി യോവാബിനോട് പറഞ്ഞ് കൊല്ലിച്ചത് യോവാബല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല. പക്ഷെ ആരറിഞ്ഞെന്നോ? സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. ഈ 3 പാപം ഒഴിവാക്കാതെ കിടന്നപ്പോൾ ഇതെവിടെ സംഭവിച്ചെന്നോ? പിന്നീട് ദാവീദിന്റെ വീട്ടിൽ സംഭവിച്ചു. ഒന്നോർത്തേ, 2 ശമൂവേലിന്റെ പുസ്തകം 12, 13, 14 അധ്യായങ്ങളിൽ ഈ പാപം റിപ്പീറ്റ് ചെയ്യുക. അതേ പാപം, ഏത് പാപത്തിലാണോ ദാവീദ് വീണത് അതേ പാപം റിപ്പീറ്റ് ചെയ്യുക. ദാവീദ് വ്യഭിചാരം ചെയ്തത് ദാവീദിന്റെ ഭൃത്യനായിരിക്കുന്ന ഊറിയാവിന്റെ ഭാര്യയോടാണ്. യാതൊരു ബന്ധവുമില്ലാത്ത ആളോടാണ്. തന്നെ ഏറെ സ്നേഹിച്ച എന്നാൽ തന്റെ പടയാളിയായ ഊറിയാവിന്റെ ഭാര്യയോട്. ദാവീദിന്റെ കുടുംബത്തിൽ ഇതേ പാപം വരിക. ആര് തമ്മിലാണെന്നറിയാമോ? ദാവീദിന്റെ മകനായിരിക്കുന്ന അമ്നോന് ദാവീദിന്റെ മകളായിരിക്കുന്ന താമാറിനോട് ഒരു മോഹം. അനുദപിക്കാത്ത, കുമ്പസാരിക്കാത്ത ഒരു പാപം എവിടെ കിടക്കുന്നോ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുക. അതേ പാപം ആർക്ക്? ദാവീദിന്റെ മകന്, ദാവീദിന്റെ മകളോട്. ദാവീദ് ആ പാപം തൻ്റെ വീട്ടിൽ ആവർത്തിച്ചപ്പോഴും ദാവീദ് ഹൃദയത്തിൽ കരുതി, ഞാൻ ചെയ്ത പാപം ആരും കണ്ടില്ലല്ലോ, ഞാൻ ചെയ്ത പാപം ആരും കണ്ടില്ല, ആരും കേട്ടില്ല. ഇതേ പാപം, 1ാമത്തെ പാപം വീട്ടിൽ നടന്നു. അല്പം കഴിഞ്ഞ് അബ്നോനോട് അബ്ശാലോമിന് ദേഷ്യം. എന്ത് സംഭവിച്ചെന്നോ? അബ്നോന് മദ്യം കൊടുത്തു. ദാവീദിന്റെ മകനായിരിക്കുന്ന അമ്നോന് ദാവീദിന്റെ മറ്റൊരു മകനായ അബ്ശാലോം മദ്യം കൊടുത്തു. 2ാമത് നടക്കുന്ന എവിടെയാണെന്നറിയാമോ? മദ്യപാനം എവിടെ നടന്നു? വീട്ടിൽ നടന്നു. ആദ്യത്തെ മദ്യപാനം നടന്നത് പാളയത്തിലാ. ഊറിയാവിന് മദ്യം കൊടുത്തത് പാളയത്തിലാണെങ്കിൽ മദ്യപാനം ഇവിടെ നടക്കുന്നത് ദാവീദിന്റെ വീട്ടിൽ. ആര് തമ്മിൽ? ദാവീദിന്റെ മക്കൾ തമ്മിൽ. 3ാമത്തേത്, അമ്നോൻ, അബ്ശാലോം അമ്നോനെ കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരിക്കാത്ത, ജീവിതത്തിൽ വന്നു പോയതായിരിക്കുന്ന ഈ കുറവുകൾ എവിടെ കിടക്കുക എന്നറിയാവോ? വീട്ടിൽ കിടക്കുക. അവിടെ നമ്മൾ ഈ ആരാധനകളിലെ ചില അലക്ഷ്യത, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ പാപം കയറുവാനായിട്ട് കാരണമായിട്ടുണ്ടെങ്കിൽ ഈ പാപത്തെ നമ്മളൊന്ന് ഏറ്റു പറയണം. സത്യാനുതാപത്തോടു കൂടി നമ്മളൊന്ന് കുമ്പസാരിക്കണം. എന്നാണോ നമ്മൾ നല്ല കുമ്പസാരം നടത്തുന്നത്, അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. ദാവീദ് പിന്നീട് അനുദപിക്കുകയാണ്. ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിനകത്ത് കുറവ് വന്നു പോയി. ദാവീദിന്റെ അനുതാപത്തിന് ശേഷം ദാവീദിനോട് കൂടെ യഹോവ വീണ്ടും സഞ്ചരിച്ചു. അനുദപിക്കാത്തതായിരിക്കുന്ന പാപങ്ങൾ പിശാച് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതിന് കാരണമാകും. നമ്മൾ ഇന്നൊക്കെ കുമ്പസാരിക്കുന്നുണ്ടല്ലേ? നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുമ്പസാരത്തിനകത്ത് ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ വന്നു. ഓർക്കണം, അനുദപിക്കാത്തതായിരിക്കുന്ന ചില പാപങ്ങൾ നമ്മളൊന്ന് ഏറ്റുപറയണം. ഇവിടെ ഇതാ ഈ പാപങ്ങൾ കടന്നു വരുന്നതിൻ്റെ അടിസ്ഥാനം ആരാധിക്കേണ്ട സമയത്ത് അലക്ഷ്യത വന്നുപോയി. നമ്മൾ ഞായറാഴ്ചകളിൽ പള്ളികളിലുണ്ട്, നമ്മൾ പ്രാർത്ഥനകളിൽ നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥന പായിലുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും പലയിടങ്ങളിലും ആയിത്തീരുന്നുണ്ട്. അതുകൊണ്ടാണ് ശമൂവേൽ ശൗലിനോട് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഇതാ, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ലേഖനം എഴുതിയപ്പോൾ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. നീതിമാനാണെങ്കിലും എന്ത് വേണം പ്രാർത്ഥിക്കുമ്പോൾ? ശ്രദ്ധ വേണം. ഒന്ന് ആലോചിച്ചേ, നമ്മളിപ്പോൾ എങ്ങനെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്? പിതാവിനും പുത്രനും അങ്ങനെ അങ്ങ് തുടങ്ങുക, ഇപ്പം തീർത്ത് തരാമെന്ന് അല്ലേ? നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയും ഇപ്പം തീർത്ത് തരാമെന്ന്. ഓർക്കണം, നമ്മുടെ ആരാധനകളിലെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകരുതേ. ഏകാഗ്ര ഹൃദയത്തോടുകൂടി ഒരാൾ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതി, ആ വീട്ടിൻ്റെ ബന്ധനം അഴിയും. ഏകാഗ്ര ഹൃദയത്തോടുകൂടി ആ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി, ആ വീടിൻ്റെ ബന്ധനം അഴിയും. ഒരപ്പം പ്രാർത്ഥിച്ചാൽ ആ വീടിൻ്റെ ബന്ധനം പൂർണ്ണമായിട്ട് അഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാം വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സസ് 25, ഇങ്ങനെയാണ്: 2 പേര് പ്രാർത്ഥിച്ചു, ബാക്കിയുള്ളവർ കേട്ടോണ്ടിരുന്നു. പ്രാർത്ഥിച്ചതാരാണ്? പൗലോസും
ശീലാസും കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, 2 പേരെ പ്രാർത്ഥിച്ചുള്ളു, പൗലോസും ശീലാസും. അടുത്ത സെന്റൻസ് എങ്ങനെയാണ്? അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25-ാം വാക്യം. തടവുകാര് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. 2 പേര് പ്രാർത്ഥിച്ചു, ബാക്കിയുള്ളവരിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവര് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതിന് ശേഷം അവസാനം എന്നാ പറയും? ആമീൻ പറയും. നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, മക്കളൊന്നും വെച്ചാൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നില്ല, അവർക്കൊരു താല്പര്യമില്ല. പ്രിയപ്പെട്ട അപ്പനും അമ്മേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, മക്കൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതി. എന്ത് സംഭവിക്കുമെന്നോ? കാരാഗ്രഹത്തിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അപ്പോസ്തല പ്രവർത്തനം 16:25 ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരുടെയും, കാരാഗ്രഹത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രാർത്ഥിച്ചത് പൗലോസും ശീലാസും മാത്രമാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ഒടുവിൽ ചങ്ങല അഴിഞ്ഞു വീണപ്പോൾ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളായി തീർന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പിതാവേ, നമ്മുടെ ജീവിത പങ്കാളി ഏതെങ്കിലും ഒരു ബന്ധനത്തിലായി തീർന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അമ്മേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളിൽ ആരെങ്കിലും ബന്ധനത്തിലായി തീർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി, ആ വീടിൻ്റെ ചങ്ങല അഴിയും. പ്രാർത്ഥിച്ചത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതായിരിക്കുന്ന ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനകൾ കുറേയും കൂടി സീരിയസ് ആവണം. ആരാധനകൾക്ക് കുറേയും കൂടി ഗൗരവമായിട്ടെടുക്കണം. വെറുതെ ഒരു ആരാധന കൊണ്ട് കാര്യമില്ല. ആരാധനകൾക്ക് ഗൗരവതരമായിരിക്കുന്ന ചില ശ്രദ്ധ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. അങ്ങനെയെങ്കിൽ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന നമ്മുടെ കൂദാശകളിൽ നമുക്ക് ഊർജം വർദ്ധിപ്പിക്കും. കൂദാശകൾ ഗൗരവമായിട്ടെടുത്ത ആരാധന ശ്രദ്ധയോടുകൂടി നടത്തിയ ഒരു അമ്മയുടെ പെരുന്നാളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ ദൂതൻ വന്ന് അമ്മ മറിയത്തോടൊരു വചനം പറഞ്ഞപ്പോൾ അവളത് വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റെടുത്തു. സ്വർഗത്തിന്റെ ദൂതൻ വന്ന് അമ്മ മറിയത്തോടൊരു വചനം പറഞ്ഞപ്പോൾ അവൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഭ്രമിച്ചു. വചനം കേട്ട് അവൾ ഭ്രമിച്ചു. വചനം കേട്ട് ഭ്രമിച്ചു, വചനം ഏറ്റെടുത്തു. നമ്മൾ ഇത്രയും കാലം ഈ പുസ്തകം വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ഭ്രമം നമുക്കുണ്ടായിട്ടുണ്ടോ? ആരാധനയിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയ 2 പേര്, ആരാധനയിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയ 2 വ്യക്തിത്വങ്ങൾ, അവര് യെരൂശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യെരൂശലേമിൽ നിന്നും ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയ 2 പേർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ കർത്താവ് അവരുടെ കൂടെ യാത്ര ചെയ്തു. ആ യാത്രയുടെ അവസാനം ഈ 2 പേർക്ക് മനസ്സിലായി, ആരാധനയിൽ തങ്ങൾക്ക് ശ്രദ്ധയില്ല, തങ്ങൾക്ക് ക്രിസ്തുവില്ലാത്തതിൻ്റെതായിരിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. അവര് കർത്താവ് ആണെന്നറിയാതെ കൂടെയുള്ളതായിരിക്കുന്ന മനുഷ്യൻ മുന്നോട്ട് നീങ്ങുമ്പോൾ തട്ടി വിളിച്ചിട്ട് അവനോട് പറയുകയാണ്, അവർ ഡേ ഈസ് ഓവർ, ഞങ്ങളുടെ പകല് കഴിഞ്ഞുപോയി. അവർ ലൈറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം ഡാർക്ക്നെസ്, ഞങ്ങളുടെ പ്രകാശം അന്ധകാരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം. അവർ ഡേ ഈസ് ഓവർ, അവർ ലൈറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം ഡാർക്ക്നെസ്, ഓ ലോർഡ് സ്റ്റേ വിത്ത് us. ഞങ്ങളുടെ കൂടെ നീ ഒന്ന് പാർക്കണം. ആരാധന നഷ്ടപ്പെട്ടു പോയ, ആരാധനയിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്ത, ആരാധനയിൽ അലക്ഷ്യത വന്നിട്ടുള്ള ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവമേ നീ എൻ്റെ കൂടെ ഒന്ന് പാർക്കണം, നീ എൻ്റെ കൂടെ ഒന്ന് പാർക്കണം. എന്ത് സംഭവിച്ചെന്നോ? അവൻ അവരുടെ കൂടെ പാർത്തു. 2 കാര്യം സംഭവിച്ചു. അവൻ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയത്തിൽ തീ കത്തി. അതായത് വേദപുസ്തകം വായിക്കുമ്പം ഉള്ളിനകത്ത് എന്തുണ്ടാവും? ഒരു തീ കത്തും. 2-മത്തേത്, അവൻ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ആരാധനയിൽ നിന്ന് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയ 2 പേർ, യേശുവിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോയി എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത 2 പേർ അവരുടെ കൂടെ സഞ്ചരിച്ചവനോട് പറയാണ്, ഓ ലോർഡ് സ്റ്റേ വിത്ത് us, ഞങ്ങളുടെ കൂടെ പാർക്കണം. ആ താമസത്തിനൊടുവിൽ അവൻ 2 കാര്യങ്ങൾ അവർക്ക് നൽകി. 1 വചന വ്യാഖ്യാനവും, 2 അപ്പം മുറിക്കലും. ഇത് തന്നെ നമ്മുടെ ആരാധനയിലും സംഭവിക്കുന്നത്. ആദ്യത്തെ ഭാഗം വചനത്തിന്റെ ഭാഗമാണ്. വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ഒരു തീ കത്തണം. 2-മത്തേത് അപ്പം നുറുക്കി കൊടുത്തു. അപ്പം നുറുക്കി കൊടുത്തതിന് ശേഷം ഈ 2 പേര് കർത്താവിനെ കണ്ടോ? അപ്പം നുറുക്കിയതിന് ശേഷം ഇവര് കർത്താവിനെ കണ്ടോ ഇല്ലയോ? കണ്ടോ? കണ്ടാലില്ല, കണ്ടില്ല, അങ്ങനെയാണോ? കണ്ടില്ല. എവിടെ പോയെന്നോ?
അവൻ ഈ അപ്പത്തിലേക്ക് മറഞ്ഞുവെന്നാണ് ഗ്രിഗറി ഓഫ് നിസയൊക്കെ പഠിപ്പിക്കുന്നത്. അവൻ ഈ അപ്പത്തിലേക്ക് മറഞ്ഞു. ഇന്നും ഈ അപ്പമെടുത്ത് പുരോഹിതനിങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പത്തിനുള്ളിൽ ആരുണ്ടെന്നോ? കർത്താവുണ്ട്. മറഞ്ഞു പോയത് അവൻ ഈ അപ്പത്തിലേക്കാണ്. ഇന്നും ഈ അപ്പം നുറുക്കുമ്പോൾ അവൻ ഈ അപ്പത്തിനുള്ളിലുണ്ട്. ആയതുകൊണ്ട് ഓരോ ആരാധനയിലും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ വന്നാലും. ഓ ലോഡ് സ്റ്റേ വിത്ത് അസ്. മാറാനാത്ത എന്നുള്ളതാണ് ഉപയോഗിക്കുന്ന ലാറ്റിൻ വേർഡൊക്കെ. നീ ഞങ്ങളുടെ കൂടെ പാർക്കണം. ഞങ്ങൾക്കിന്ന് ശ്രദ്ധയില്ല, പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ട് പറ്റുന്നില്ല. കർത്താവേ നീ ഞങ്ങളുടെ കൂടെ പാർക്കണം. ആരാധനയിൽ അലക്ഷ്യത വന്നാൽ ആര് കയറും? ഡു നോട്ട് ഗിവ് എ ചാൻസ് ടു ഡെവിൾ. എഫേസ്യർ 4-ാം അധ്യായം 27-ാം വാക്യം. എവിടെയാ പിശാച് പ്രവേശിച്ചത്? യോഹന്നാൻ 13:27. സൈറ്റൻ എൻറ്റേർഡ് ഇൻടു ജൂദ. ഓർക്കണം, പള്ളിയിലാകട്ടെ വീട്ടിലാകട്ടെ പ്രാർത്ഥനയ്ക്ക് അലക്ഷ്യത വന്നാൽ ആര് കയറുമെന്ന് ഓർക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, നിങ്ങളുടെയൊക്കെ മുതിർന്നവരുടെയൊക്കെ ഭവനങ്ങളിലെ പ്രാർത്ഥനയിലെ ഒരു ശ്രദ്ധയും ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന ശ്രദ്ധയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് പറ്റും. മാറാനാത്ത കർത്താവെ നീ ഞങ്ങളുടെ കൂടെ പാർക്കണമെന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട്, ഒരാളുടെ ജീവിതത്തിൽ പിശാച് കയറി വരുന്ന ഒരു വഴി, വിശ്വാസത്തിൽ ചില തകർച്ചകൾ വരും. വിശ്വാസ ജീവിതത്തിൽ ചില തകർച്ചകൾ വരും. വിശ്വാസ ജീവിതത്തെ തകർത്തിട്ട് അവിടെ എന്ത് വരുമെന്നോ? പിശാച് കടന്നു വരും. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യം. ലൂക്കോസ് 22:32 വാക്യം. പത്രോസ്ലീഹായെ കുറിച്ച് കർത്താവ് അവനോട് തന്നെ പറയുകയാണ്, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അന്വേഷിച്ചു, എന്നാലോ ഞാനോ നിന്റെ എന്ത് പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു? വിശ്വാസം. ഞാൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. സാത്താൻ നിങ്ങളെ തകർക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഞാൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിൽ പിശാച് കയറി വരികയാണ് വിശ്വാസ ജീവിതത്തെ തകർത്തിട്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുമെന്നറിയാമോ? കർത്താവ് പ്രാർത്ഥിക്കും. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. നമ്മൾ ഈ ആലയത്തിനുള്ളിൽ ശാന്തമായി ഇരുന്നാൽ മതി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് ശ്ലീഹന്മാരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഐ വിൽ പ്രേ ടു മൈ ഫാദർ. ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുമെന്നേ. ആര്? കർത്താവ് പ്രാർത്ഥിക്കും. നമ്മൾ ആലയത്തിനുള്ളിൽ ശാന്തമായിട്ടൊന്ന് ഇരുന്നാൽ മതി. എനിക്ക് നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ കർത്താവ് പ്രാർത്ഥിക്കും. യോബിന്റെ പുസ്തകത്തിൽ വിശ്വാസം നഷ്ടപ്പെടാമായിരുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഭാര്യ ത്യജിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. കൂട്ടുകാരെല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. സാധ്യതകളെല്ലാം അസ്തമിച്ചു. രോഗം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ശരീരത്തിൽ പുഴു ഇങ്ങനെ എരച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. മക്കളെല്ലാം നഷ്ടമായി. ആടുമാടുകളും കന്നുകാലികളും എല്ലാം നഷ്ടമായി പോയതായിരിക്കുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ യാതൊരു കോട്ടവും വന്നില്ല. ശരീരത്തിൽ പുഴു കയറിയെങ്കിലും വിശ്വാസ ജീവിതത്തിൽ പുഴു കയറിയില്ല. ഒന്നോർത്തേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചില തകർച്ചകൾ വരുമ്പോഴേക്കും വിശ്വാസ ജീവിതത്തിൽ പുഴുവരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്കിന്ന് ദൈവത്തിലും വിശ്വാസമുണ്ട്, അപ്പുറത്തെ കൂടോർത്തത്തിലും വിശ്വാസമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പിശാച് കയറും, എന്നിട്ട് ഈ വിശ്വാസത്തെ മാറ്റിമറിക്കും. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഒരു പുഴുവും കയറിയില്ല. എല്ലാം നഷ്ടമായി. ക്ലേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതിസന്ധികൾ ഇങ്ങനെ മഴ പോലെ പെയ്യുകയാണ്. കുപ്പിച്ചില്ല് കണക്കെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതായിരിക്കുന്ന ചില സങ്കടങ്ങൾ ആ മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തിൽ ആ മനുഷ്യൻ തകർന്നു പോയില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തെ പരാമർശിക്കുന്നുണ്ട്. ഒരു ചെറിയ കുടുംബം, ഒരു പ്രവാചകന്റെ കുടുംബമാണ്. 2 ചെറിയ കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബം. പ്രവാചകൻ മരിച്ചുപോയി. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളുടെ ഭാര്യ വന്ന് ഏലീശായോട് പങ്കുവെക്കുകയാണ് തൻ്റെ സങ്കടം. വലിയൊരു സങ്കടമാണ് അവൾ പറയുന്നത്. അല്ലയോ, നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എനിക്ക് ആകെയുള്ളത് 2 കുഞ്ഞുങ്ങളാണ്, 2 ചെറിയ കുഞ്ഞുങ്ങൾ. കടക്കാരൻ വന്നെൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് തുടങ്ങുകയാണ്. സമ്പത്തിന്റെ വലിയൊരു പ്രതിസന്ധി, രോഗത്തിന്റെ പ്രതിസന്ധി. ഒരു വശത്ത് താൻ വിധവയായ ഒരു സ്ത്രീയാണ്. ഞാൻ എന്ത് ചെയ്യും? എലീശായോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അവൾ കടന്നു വന്നത് ദൈവപുരുഷന്റെ അടുക്കലേക്കാണ്.
ജീവിതത്തിൻ്റെ ചില ക്ലേശങ്ങൾ വരുമ്പോൾ, വിശ്വാസ ജീവിതത്തിൻ്റെ ചില ക്ലേശങ്ങൾ വരുമ്പോൾ നമ്മൾ കടന്നു വരേണ്ടുന്നതായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് സഭ ഒരുക്കിയിരിക്കുന്ന പൗരോഹിത്യം. സഭയിൽ പൗരോഹിത്യം ഒരുക്കിയിരിക്കുന്നത് കടന്നു വരുവാൻ വേണ്ടിയാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ ചില തകർച്ച വരുമ്പോൾ സഭയുടെ പൗരോഹിത്യത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരണം. ഏലിശായുടെ അടുക്കിലേക്ക് ഈ സാധു പെൺകുട്ടി കടന്നു വരികയാണ്. ഞങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങളും കടക്കാരൻ പിടിച്ചുകൊണ്ടു പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്ത് സംഭവിച്ചെന്നോ ആ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു. അവളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു. ഏലിശ ചെയ്ത അത്ഭുതത്തെക്കാൾ അപ്പുറത്ത് അവളുടെ ജീവിതത്തിൽ വിശ്വാസം നൽകുവാൻ ഏലിശായുടെ പൗരോഹിത്യത്തിന് സാധ്യമായി തീർന്നു. ഓർക്കണമേ, പിശാച് ചില നേരങ്ങളിൽ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരും. ആദ്യം വേദപുസ്തകത്തിലെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് നഷ്ടപ്പെടുത്തിയത് വിശ്വാസമാണ്. ഓർക്കുന്നുണ്ടോ? ആദ്യ കുടുംബം, ആദാമിൻ്റെയും ഹവ്വായുടെയും കുടുംബം, അവർക്കുള്ള വിശ്വാസം, ദൈവവിശ്വാസം. സാത്താൻ വന്ന് എന്തെടുത്ത് കളഞ്ഞു? ദൈവവിശ്വാസം എടുത്തു കളഞ്ഞു. ആദ്യ കുടുംബത്തിൽ വിശ്വാസം നഷ്ടമായി. പഴയ നിയമത്തിൽ ആദ്യ കുടുംബത്തിൽ വിശ്വാസം നഷ്ടമായെങ്കിൽ പുതിയ നിയമത്തിൽ ആദ്യ കുടുംബത്തിൽ വിശ്വാസം കടന്നു വന്നു. പഴയ നിയമത്തിലെ ആദ്യ കുടുംബത്തിൽ വിശ്വാസം നഷ്ടമാക്കി സാത്താൻ കളഞ്ഞുവെങ്കിൽ പുതിയ നിയമത്തിലെ ആദ്യ കുടുംബമായിരിക്കുന്ന യോസേപ്പിന്റെയും അമ്മ മറിയത്തിന്റെയും കുടുംബത്തിൽ വിശ്വാസത്തിന്റെ തീജ്വാല ഉയർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ജോസഫ് പറയുകയാണ്, കർത്താവിന്റെ വാക്കനുസരിച്ച് ചെയ്യാം. അമ്മ മറിയം പറയുകയാണ്, സ്വർഗത്തിന്റെ വചനമനുസരിച്ച് ചെയ്യാം. മുന്നോട്ടുള്ളതായിരിക്കുന്ന ജീവിത വഴികളുടെ പ്രയാസങ്ങളൊന്നും അവരെ ആലോചിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പുതിയ നിയമത്തിൽ ഈ കുടുംബത്തിൽ ആർക്കായിരുന്നു ഏറ്റവും വലിയ കൃപയുള്ളത്? മറിയമിനാണോ ജോസഫിനാണോ? ആർക്കാ? പുതിയ നിയമത്തിലെ ആദ്യ കുടുംബത്തിൽ ജോസഫിനാണോ മറിയമിനാണോ കൃപയുള്ളത് കൂടുതൽ? രണ്ടുപേർക്കുണ്ട്. കൂടുതൽ ആർക്കാ? രണ്ടുപേർക്കും ഇല്ലേ? മാതാവിനല്ലേ? മറിയമിന്. ഉറപ്പാണേ? ഉറപ്പാ. പക്ഷെ ഇനി നിങ്ങൾ സങ്കടപ്പെടരുത്. പക്ഷെ ഏറ്റവും കൂടുതൽ കുടുംബത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്ന ആർക്കാണെന്നറിയാമോ? ജോസഫിന് അല്ലേ? ജോസഫിന്റെ അടുക്കലേക്കാണ് ദൂതൻ വന്നിട്ട് പറയുന്നത്, ഈ കൊച്ചിനെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കണ്ട, മറിയേയും. ജോസഫിന്റെ അടുക്കലേക്കാണ് പിന്നീട് വന്നിട്ട് പറയുന്നത്, അങ്ങോട്ട് മെസ്രമിലേക്ക് പോണം. പിന്നെയും ജോസഫിന്റെ അടുക്കലേക്ക് വന്നിട്ടാണ് പറയുന്നത്, തിരിച്ച് കൃപ കൂടുതലുള്ളതാർക്കാ? മറിയത്തിനാ. പക്ഷെ കുടുംബത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതാർക്കാ? നമ്മുടെ ചില ആൻറ്റിമാരുണ്ട്, ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആൻറ്റിമാരാ. അപ്പോൾ അവർക്കൊരു ധാരണയുണ്ട്, അങ്ങനെയല്ല കേട്ടോ, ഇവിടെയല്ല, പുറത്ത്. ഞങ്ങൾക്കാണ് കൃപ കൂടുതൽ. ആണ്, കൃപയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടി ഈ പുള്ളിക്കാരനോട് പറയും, അത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതിയെന്നേ. അങ്ങനെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് ആരായി മാറി? ഇപ്പുറത്തുള്ള ആളായി. ഓർക്കണം, കുടുംബത്തെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകളും സ്വർഗീയമായിരിക്കുന്ന വെളിപാടുകളും ലഭിച്ചത് കുടുംബനാഥനാണ്. അതിനൊരു പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഫെമിനിസ്റ്റ് തിയോളജിയൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിലേക്കുള്ള കടക്കലല്ല, മറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും സ്വർഗം നൽകുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥനിലാണ്. അത് കേട്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കൃപയുള്ള അമ്മ യാത്ര ചെയ്യുകയാണ്. കുടുംബത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ധാരണകൾ പഴയ നിയമത്തിൽ ലഭിച്ചതാർക്കാ? അബ്രഹാമിനാ. അബ്രഹാമേ, നിന്റെ മകനെ ബലി കഴിക്കാനായിട്ട് കൊണ്ടുപോകണം, കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അടുത്ത അരുളപ്പാട്, പ്രിയപ്പെട്ടവരെ, സാറയ്ക്ക് കൃപയില്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ സാറ അബ്രഹാമിന്റെ കൂടെ സഞ്ചരിച്ചു. അതുകൊണ്ടാണ് സാറയെക്കുറിച്ച് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു എഴുത്ത് ഇങ്ങനെയാണ്, വേർ ദർ ഈസ് എബ്രഹാം ദർ ഈസ് സാറ. വേർ ദർ ഈസ് എബ്രഹാം ദർ ഈസ് സാറ. എവിടെയാണ് അബ്രഹാം ഉള്ളത്? വിശ്വാസത്തിന്റെ കനൽ വഴികളിലൂടെ അബ്രഹാം സഞ്ചരിച്ചപ്പോൾ അതേ വഴികളിലൂടെ ആര് സഞ്ചരിക്കുകയാണ്? സാറയും സഞ്ചരിക്കുകയാണ്. ഓർക്കണം, വിശ്വാസ ജീവിതത്തിൽ സാത്താൻ പ്രവേശിക്കും. ആദ്യ കുടുംബത്തിൽ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു, പക്ഷെ ആ വിശ്വാസത്തിലേക്ക് പിശാച് കയറി വരികയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ താളുകളിൽ കർത്താവ് ആശീർവദിച്ചതൊക്കെ വിശ്വാസത്തിന്റെ ആശീർവാദം. പുതിയ നിയമത്തിന്റെ താളുകളിൽ കർത്താവ് ആശീർവദിച്ചത് ആകാശത്തെയും ഭൂമിയെ അങ്ങനെയല്ല. കർത്താവ് ആശീർവദിച്ചത് എങ്ങനെയാ? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകട്ടെ എന്നല്ല. കർത്താവ് ആശീർവദിച്ചത് നിങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകട്ടെ എന്നല്ല. കർത്താവ് ആശീർവദിച്ച ആശീർവാദങ്ങളെല്ലാം വിശ്വാസത്തിന്റെ ആശീർവാദങ്ങളാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9-ാം അധ്യായം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരി വന്ന് കർത്താവിനെ തൊട്ടു. കർത്താവ് അവളോട് നൽകുന്ന ആശീർവാദം എന്താണോ?
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 29 മുതലുള്ള ഭാഗങ്ങളിൽ 2 കുരുടന്മാർ വന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയണം, കർത്താവെ സൗഖ്യം നൽകണം. 2 കുരുടന്മാരുടെയും കണ്ണുകളിൽ അവൻ തൊട്ടു. അതിനുശേഷം അവരോട് പറയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം പോലെ. വീണ്ടും മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം, ശതാധിപൻ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവെ നീ ഒന്ന് വീട്ടിലേക്ക് വരണം. കർത്താവ് ശതാധിപനോട് പറയുകയാണ്, നീ വിശ്വസിച്ചതുപോലെ ഭവിക്കട്ടെ. കർത്താവ് നൽകിയ ആശീർവാദങ്ങളൊക്കെ വിശ്വാസം നഷ്ടമാകാതിരിക്കാനുള്ള ആശീർവാദങ്ങളാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഓർക്കണം, വിശ്വാസം നഷ്ടപ്പെടുത്താനായിട്ട് സാത്താൻ നോക്കും, വിശ്വാസം നഷ്ടപ്പെടുത്താൻ. അതുകൊണ്ടാണ് തിരുവചനത്തിൻ്റെ താളുകളിൽ വിശ്വാസം നഷ്ടമാകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസം നഷ്ടമായാൽ നമ്മുടെ ജീവിതത്തിൽ പിശാച് പ്രവേശിക്കും. വിശ്വാസം നഷ്ടമാകാതിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ സന്ധ്യയിൽ ആര് പ്രാർത്ഥിക്കുന്നോ? കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസം നഷ്ടമാകാതിരിക്കാൻ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 2 സംഭവങ്ങൾ, കോൺട്രഡിക്ഷൻസ് ആയിട്ടുള്ള 2 സംഭവങ്ങൾ. 16-ാം അധ്യായത്തിൽ കർത്താവിനോട് പത്രോസ് ശ്ലീഹ ചേർന്നിരുന്നപ്പോൾ അവനൊരു താക്കോല് കൊടുത്തു. സ്വർഗത്തിന്റെ താക്കോൽ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ്. നീ തുറക്കുന്നതെല്ലാം സ്വർഗമായി തീരും. സ്വർഗത്തിന്റെ താക്കോൽ കൊടുത്തതാണ്. അല്പനേരം കഴിഞ്ഞ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ തന്നെ സ്വർഗത്തിന്റെ താക്കോൽ കൊടുത്തതായിരിക്കുന്ന മനുഷ്യനെ തിരിഞ്ഞു നിന്നിട്ട് കർത്താവ് വിളിക്കുകയാണ്, സാത്താനെ നീ എന്നെ വിട്ടുപോകാൻ. കാരണം എന്തെന്നോ? അവന്റെ വിശ്വാസത്തിൽ പിശാച് കയറി. പെട്ടെന്ന് അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നിനക്കിതൊന്നും ഭവിക്കരുത്, നീ വളരെ സേഫ് ആയിട്ടിരിക്കണം. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസത്തിൽ പിശാച് കയറി വരുന്ന ഒരുപാടിടങ്ങളുണ്ടാകും. സങ്കടം വരുമ്പോൾ, ക്ലേശം വരുമ്പം, സാമ്പത്തിക തകർച്ച വരുമ്പോൾ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതായിരിക്കുന്ന ചില വേളകളിൽ നമുക്ക് തോന്നും ഈ വിശ്വാസം വിട്ടിട്ട് അപ്പുറത്തേക്ക് പോയാലോ എന്ന്. നമുക്ക് തോന്നും ഈ വിശ്വാസത്തെക്കാൾ നല്ലത് അപ്പുറത്തുള്ള മനുഷ്യൻ പറഞ്ഞു കേൾക്കുന്നതായിരിക്കുന്ന ചില കൂടോത്രത്വങ്ങളിൽ നമുക്ക് വിശ്വാസം തോന്നും. ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവമൊന്നും ഇല്ലാന്നേ. ഇതൊക്കെ ഉള്ളതാണോ? പ്രാർത്ഥിക്കണ്ട. ആകെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു തകർച്ച. ഞാനൊരു മനുഷ്യനെ പരിചയപ്പെടുത്താം. JV പീറ്റർ എന്ന് പറയുന്ന പത്തനാപുരംകാരൻ സ്വദേശി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 17-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചു. ക്യാൻസർ ബാധിച്ച് ചികിത്സ അത്രമേൽ സജീവമല്ലാതിരുന്നതായിരിക്കുന്ന ഒരു നാളുകളിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ മറുപടിയായി അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചു. പിന്നീട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. JV പീറ്റർ തൻ്റെ കുടുംബജീവിതം ആരംഭിച്ചു. ജീവിത പങ്കാളിയും 2 ചെറിയ കുഞ്ഞുങ്ങളും. അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങളോടൊത്ത് ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു വാടക വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നതായ നാളുകൾ. 1976 നാളുകളിൽ ഈ 2 കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും വിഷപ്പനി പിടിച്ചു. 2 കുഞ്ഞുങ്ങളും ഭാര്യയും വിഷപ്പനി പിടിച്ച് മരണത്തിൻ്റെതായിരിക്കുന്ന വക്കിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാനൈറ്റ് പാകിയ ആശുപത്രി കെട്ടിടത്തിൻ്റെ തറയിലിരുന്നു കൊണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ തോന്നുകയാണ്, ദൈവമില്ലേ? എന്നെ 17-ാമത്തെ വയസ്സിൽ സംരക്ഷിച്ച ഒരു ദൈവം ഉണ്ടല്ലോ, പിന്നെ എവിടെയാ ദൈവം? ഇപ്പം എവിടെയാ ദൈവം മറഞ്ഞിരിക്കുന്നത്? ഇയ്യോബിന്റെ ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും കുമിഞ്ഞുകൂടിയപ്പോൾ ഇയ്യോബിന് തോന്നാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു ചിന്ത JV പീറ്ററിന്റെ മനസ്സിലേക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്ര ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും ദൈവം ഇല്ലേ? അങ്ങനെ ദൈവമില്ലേ എന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന ആ നാളുകൾ ആരോ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു. JV പീറ്റർ നിരന്തരമായിട്ട് വേദപുസ്തകം വായിച്ചു തുടങ്ങി. തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുമക്കളും കിടക്കുന്നതായിരിക്കുന്ന ആ മുറിയോട് ചേർന്നിരുന്ന് ആ മനുഷ്യൻ വേദപുസ്തകം വായിച്ചു. അത് അദ്ദേഹത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിച്ച് വന്നതായിരിക്കുന്ന JV പീറ്റർ ഈ 2 മക്കളും തൻ്റെ ഭാര്യയും സുരക്ഷിതരായി ചങ്ങനാശ്ശേരിയിലെ ഒരു പഴയ വാടക വീട്ടിൽ 1976 ഒരു അർദ്ധരാത്രിയിൽ തൂണിനോട് ചാരി വെച്ചതായിരിക്കുന്ന ഗിത്താർ എടുത്തിട്ട് ഇങ്ങനെ ഒരു പുതിയ പാട്ട് മീട്ടി. ഒരു പുതിയ പാട്ട്. അതാണ് ഇന്ന് ക്രൈസ്തവ ലോകം ഏറ്റുപാടുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ഗാനമുണ്ട്. ആഴിയതിൽ ഓളങ്ങളാൽ
വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ വിശ്വാസത്തിന്റെ തകർച്ചയിൽ ഒരു കുടുംബനാഥൻ ആഗ്രഹിച്ചാൽ ആ വീട്ടിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് വരും. വിശ്വാസമില്ലാത്തതായിരിക്കുന്ന ഒരു നാഴികയിൽ കുടുംബനാഥന് വിശ്വാസമുണ്ടെങ്കിൽ ആ വീട്ടിൽ കർത്താവ് വരും. ഇത് പഠിപ്പിക്കുന്നത് വേദപുസ്തകമാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം. ജോസഫ് വിശ്വസിച്ചു. ആ വീട്ടിൽ ആര് വന്നെന്നോ? ഉണ്ണിയേശു വന്നു, അല്ലേ? അമ്മ മറിയത്തിന്റെയും ജോസഫിന്റെയും കൂടെ ആര് വന്നു? പ്രിയപ്പെട്ട അപ്പന്മാരെ, നമ്മൾ വിശ്വസിച്ചാലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ യേശു വരും. ഇവർ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഗ്രഹനാഥന്മാർ വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ കർത്താവ് വരും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. ഒരു ഗ്രഹനാഥൻ കാട്ടത്തിയുടെ മുകളിൽ വലിഞ്ഞു കയറുകയാണ്. സക്കായി, ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, കർത്താവിനെ ഒന്ന് കാണണം. ആ ഗ്രഹനാഥൻ ആഗ്രഹിച്ചപ്പോൾ ആ വീട്ടിൽ ആര് വന്നു? യേശു വന്നു. ഗ്രഹനാഥൻ ആഗ്രഹിച്ചാൽ. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഗ്രഹനാഥനെ ആഗ്രഹിപ്പിക്കാനായിട്ട് പിശാച് സമ്മതിക്കത്തില്ല. ഗ്രഹനാഥന് ഏത് വിധത്തിലും കർത്താവിനെ കാണുവാനുള്ളൊരു ആഗ്രഹം ഗ്രഹനാഥൻ ഉണ്ടാക്കി കൊടുക്കുകയില്ല. വീണ്ടും യായിറോസിന്റെ ഭവനത്തിൽ യായിറോസ് ആഗ്രഹിക്കുകയാണ്, തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, തൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് ഒന്ന് വരണം. ഒരു വീട്ടിലേക്ക് കർത്താവ് വരണമെന്ന് യായിറോസ് എന്ന ഗ്രഹനാഥൻ ആഗ്രഹിച്ചപ്പോൾ ആ വീട്ടിലേക്ക് കർത്താവ് കടന്നു വന്നു. ശതാധിപൻ ആഗ്രഹിക്കുകയാണ്, തൻ്റെ ബാല്യക്കാരന് സുഖമില്ല, ഈ വീട്ടിലേക്ക് കർത്താവ് ഒന്ന് വരണം. ആ വീട്ടിലേക്ക് ആര് വന്നു? കർത്താവ് വന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രഹനാഥൻ ആഗ്രഹിച്ച് ആശ്രയിച്ചാൽ ആ ഭവനത്തിൽ കർത്താവ് വരും കേട്ടോ, യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നമ്മൾ നന്നായി ആഗ്രഹിക്കണം, എൻ്റെ വീട്ടിൽ കർത്താവ് വരാൻ ഞാനൊരു മുഖാന്തരമാകും. എൻ്റെ വീട്ടിൽ കർത്താവ് കടന്നു വരാൻ ചില വേദനകളുണ്ടാകും, ചില പ്രയാസങ്ങളുണ്ടാകും, സാമ്പത്തിക തകർച്ചകളുണ്ടാകും. പക്ഷെ എൻ്റെ വീട്ടിൽ ആഴിയതിൻ ഓളങ്ങളാൽ അലഞ്ഞിടുന്നതായിരിക്കുന്ന എൻ്റെ പടകിൽ കർത്താവ് വരാനായിട്ട് ഞാനൊന്ന് ആഗ്രഹിക്കണം. വിശ്വാസമുള്ള ഒരു കുടുംബനാഥനുണ്ടായാൽ ആ വീട്ടിൽ കർത്താവിൻ്റെ ശബ്ദം വരും. പക്ഷേ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തും. ആര് നഷ്ടപ്പെടുത്തുമെന്നോ? പിശാച് നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് പിശാചിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, സെയിന്റ് ജോൺ ചാപ്റ്റർ 10:10, 3 കാര്യങ്ങളാണ് പറയുന്നത്. പിശാച് വന്ന ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? മോഷ്ടിക്കും. രണ്ടാമത് എന്ത് ചെയ്യുന്നറിയാമോ? മുടിക്കും. രണ്ടാമത് അറുക്കും, മൂന്നാമത് മുടിക്കും. 3 വെർബാണ്. ഒന്നാമത്തത് മോഷ്ടിക്കും, രണ്ടാമത്തത് അറുക്കും, മൂന്നാമത്തത് മുടിക്കും. നമ്മുടെ കുടുംബം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബത്തിൽ പിശാച് വന്ന് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സ്നേഹത്തെ എടുത്തു മാറ്റും. എന്നിട്ട് അവിടെ എന്ത് നൽകും? വെറുപ്പ് നൽകും. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്നേഹത്തെ മാറ്റിയിട്ട് അവിടെ വിദ്വേഷം നൽകും, ഭിന്നത നൽകും, കലഹം നൽകും. ദേവാലയ ജീവിതങ്ങളിൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ. അവിടെ നിന്ന് ആദ്യം കൃപയുള്ള പ്രാർത്ഥനാന്തരീക്ഷങ്ങൾ എടുത്തു മാറ്റിയിട്ട് അവിടെ ഭിന്നത നൽകും. ഭവനാന്തരീക്ഷങ്ങളിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. സ്നേഹത്തെ മാറ്റിയിട്ട് അവിടെ വെറുപ്പ് നൽകും. വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടായിരുന്നയാ, പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഇത് മാറ്റിയിട്ട് എന്ത് നൽകും? പ്രാർത്ഥിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു അന്തരീക്ഷം നൽകും. സാത്താൻ ആദ്യം ചെയ്യുന്നത് ചിലതൊക്കെ മോഷ്ടിക്കും. രണ്ടാമത് എന്ത് ചെയ്യുന്നറിയാമോ? അറുക്കും. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം അറുത്തു മാറ്റും. അതായത് വിശ്വാസം, ദൈവവിശ്വാസം അറുത്തു മാറ്റും. മൂന്നാമത് എന്ത് ചെയ്യുന്നറിയാമോ? മുടിക്കും. നമ്മുടെ ഒരു കുടുംബം, അവിടുത്തെ ഒരു പെങ്കൊച്ച് പള്ളിയിൽ കൊയറിലൊക്കെ പാടിക്കൊണ്ടിരുന്നത്, വളരെ മിടുക്കിയായിരുന്നതാ. രാവിലെ പള്ളി വരും, എല്ലാ കാര്യത്തിനകത്തും മിടുക്കിയായിരുന്നതാ, ഫുൾ A+. പക്ഷേ ഇടയ്ക്കൊരു കാലത്ത് അവൾ പള്ളി വരാതായി. അവൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. അവളോട് പിന്നീട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അവളൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലാണ്, അഗാധമായ സ്നേഹത്തിലാണ്. അവളുടെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ സാത്താനിങ്ങനെ മോഷ്ടിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തെന്നോ? ദൈവവുമായിട്ടുള്ളൊരു വിശ്വാസത്തിനകത്ത് ഒരു അറുക്കൽ വന്നു. പിന്നീട് അവൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആ ജീവിതം ഒന്നുമില്ലാതായിപ്പോയി. തിരിച്ചറിഞ്ഞതായിരിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോഴേക്കും നശിച്ചുപോയി. സാത്താൻ ഈ 3 ക്രിയകൾ ചെയ്യും. അതുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഈ സന്ധ്യാകാലം നമ്മുടെ ജീവിതത്തിന് സ്നേഹം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ,
പ്രാർത്ഥിക്കുവാനുള്ള കൃപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, വേദപുസ്തകം വായിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു നൽവരം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നോമ്പെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നോമ്പെടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓർക്കണം, സാത്താൻ ഇത് മോഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് സാത്താൻ എന്ത് നൽകുന്നു? ഇതിന് പകരമായിട്ടുള്ളത് നൽകും. ഇത് ഒന്നാമത്തെ വെർബാണ്. രണ്ടാമത്തത്, അവൻ നമ്മളെ അറക്കും. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരകൽച്ച വരുത്തും. വിശ്വാസ ജീവിതത്തിൽ ഒരകൽച്ച വരുത്തും. ദൈവം സംരക്ഷിക്കുമെന്നുള്ളതായിരിക്കുന്ന ഒരു ഉറപ്പിൽ നിന്ന് അകൽച്ച വരുത്തും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലീശായുടെ അടുക്കിലേക്ക് വിധവയായിരിക്കുന്ന പെൺകുട്ടി ചെല്ലുമ്പോൾ അവൾക്ക് ഉറപ്പുണ്ട്, സംരക്ഷിക്കുന്ന ഒരു സ്വർഗം മുകളിലുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗം മുകളിലുണ്ട്. അതുകൊണ്ട് അവൾ ഓടിച്ചെന്നു. ഇല്ല എങ്കിൽ അവളുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിൻ്റെ രാഹിത്യം കടന്നുകൂടിയനെ. ഓർക്കണം, ദൈവമേ, എവിടെയാണ് വിശ്വാസത്തിൽ തകർച്ച വന്നത്? രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. 1902 വിവാഹം കഴിഞ്ഞത്. 1903 അദ്ദേഹത്തിൻ്റെ ആദ്യ കുഞ്ഞ് മരണപ്പെടുകയാണ്. 1905 രണ്ടാമത്തെ കുഞ്ഞും മരണപ്പെടുന്നുണ്ട്. 1915 വരുമ്പോഴേക്കും തൻ്റെ ജീവിതപത്നിയായിരിക്കുന്ന മൃണാളിനി ദേവി ഈ ലോകത്തോട് വിട പറയുകയാണ്. 1922 24 2 സഹോദരങ്ങൾ വിട പറയുമ്പോൾ ആ മനുഷ്യൻ എഴുതി വെച്ചു, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമാക്കി കളയരുത്. ബാക്കി എന്തെല്ലാം പോയാലും, ഈ ലോകത്തുള്ള എല്ലാം പോയാലും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമായി പോകരുത്. ജീവിതത്തിൻ്റെ ചില തകർച്ചയിൽ ദൈവവിശ്വാസം നഷ്ടമാക്കരുതേ. ഓർക്കണം, ദൈവമേ, ഈ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാക്കി കളയരുത്. ഒന്നാമത് ഞാൻ ഓർപ്പിച്ചത്, പിശാച് കയറുന്ന ഒന്നാമത്തെ വഴി എങ്ങനെയാ? ആരാധനയിലെ അലക്ഷ്യത. രണ്ടാമത്തേത്, വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയും. അപ്പം നമുക്ക് എന്ത് തോന്നുന്നറിയാമോ? ചില കൂടോത്രങ്ങളിലേക്കൊക്കെ പോകാൻ തോന്നും. ചില മനുഷ്യർ പറയുന്നതായിരിക്കുന്ന ചില കാര്യങ്ങൾ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തേക്കാന്ന് കരുതും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം തകർന്നു പോകരുത്. മൂന്നാമത്തെ ഒരു ചെറിയ ആശയം കൂടി പങ്കുവെച്ച് വാക്കുകളെ ഉപസംഹരിക്കാം. പിശാച് കടന്നു വരുമ്പോൾ നാവിൻ്റെ അഭിഷേകം നഷ്ടമാകും. പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു മാർഗം എന്താണെന്നറിയാമോ? പിശാച് കയറി വന്നാൽ നാവിൻ്റെ അഭിഷേകം നഷ്ടമാകും. അത് തിരിച്ചറിയാനായിട്ട് പ്രത്യേകിച്ച് പാടൊന്നുമില്ല. നമ്മുടെ വായിലാണ് നാവിരിക്കുന്നത്, നമ്മളാണ് ഉപയോഗിക്കുന്നത്. നാവിൻ്റെ അഭിഷേകം നഷ്ടമാകുന്നത് നമുക്കും അറിയാൻ പറ്റും, കേട്ടിരിക്കുന്നവർക്കും അറിയാനായിട്ട് സാധ്യമാകും. അതുകൊണ്ടാണ് സാത്താനെക്കുറിച്ച് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം, വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം, സാത്താൻ രാപകലില്ലാതെ കുറ്റം പറയുന്നവനാണ്. രാപകലില്ലാതെ കുറ്റം പറയുന്ന അപവാദി എന്നാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും സാത്താനെ കുറിച്ച് പഠിപ്പിക്കുന്നത് സക്കറിയ പ്രവചന പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. സക്കറിയ പ്രവചന പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ സാത്താൻ കുറ്റം ചുമത്തുന്നവനാണ്. യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, മോശയുടെ ശരീരത്തിനെതിരെ സാത്താൻ എന്ത് ചെയ്തു? ദൂഷണം ഉച്ചരിച്ചു. അങ്ങനെ ഈ 3 ഭാഗങ്ങളിലൂടെയും, വെളിപാട് പുസ്തകം 12:10 സക്കറിയ 3:1 യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിലൂടെയും ഓർമ്മിപ്പിക്കുകയാണ്, സാത്താൻ വാ തുറന്നാൽ എന്ത് ചെയ്യും? കുറ്റം പറയും. നമ്മളൊന്ന് ആലോചിച്ച്, ഇപ്പം നമ്മുടെ ഉള്ളിൽ സാത്താൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല വഴി ഇന്ന് പകല് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നാ. കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ എന്ത് നഷ്ടമാകുമെന്നറിയാവോ? അഭിഷേകം നഷ്ടമാകും. പകരം വേറൊരു സാധനം കയറി വരും, അഭ്യാസം കയറി വരും. അഭിഷേകം നഷ്ടമാകും. പിന്നെ ഇങ്ങനെ അഭ്യാസത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കും. ഒരു മനുഷ്യനും അറിയത്തില്ല, അഭ്യാസത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കും. പക്ഷേ അഭിഷേകം നഷ്ടമാകും. നാവിന് ഒരു അഭിഷേകമുണ്ട്. ഇസ്രായേൽ ജനം നശിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണോ? പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 10-ാം വാക്യം അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ഇസ്രായേൽ ജനം നശിച്ചത് അവരുടെ പിറുപിറുപ്പ് കൊണ്ടാണ്. അവരുടെ പിറുപിറുപ്പ് കൊണ്ട് ഇസ്രായേൽ ജനം നശിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം പിറുപിറുപ്പ്. എനിക്കറിയില്ല, കുവൈറ്റിൽ പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. അറിയോ? എങ്ങനെയാ മക്കളെ പിറുപിറുക്കുന്നത്? എങ്ങനെയാ പിറുപിറുക്കുന്നത്? അവിടെ നിർത്തുന്നില്ല, കുറേ നേരം തുടങ്ങിയിട്ട് അങ്ങനെയല്ലേ നമുക്കിങ്ങനെ പിറുപിറുക്കാൻ. നമ്മുടെയൊക്കെ ചില വീടുകളിലും പള്ളികളിലും ഒക്കെ ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. ഇസ്രായേൽ ജനം നശിച്ചു പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പിറുപിറുപ്പാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ അഭിഷിക്തനായിരിക്കുന്ന മോശയ്ക്കെതിരെ പിറുപിറുത്തു. എന്ത് സംഭവിച്ചെന്നോ? അവരുടെ ഇടയിൽ സ്വർഗത്തിൽ നിന്ന് തീ വന്നു. ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് തബേര.
സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി പിറുപിറുത്തതായിരിക്കുന്ന സ്ഥലത്തെ നശിപ്പിക്കുന്ന പേരാണ് തബേര. ഇന്ന് പല കുടുംബങ്ങളും തബേര പോലെയായി തീരുന്നുണ്ട്. കാരണം എന്തെന്നോ? പിറുപിറുപ്പ് മാറുന്നില്ല, കുറ്റം പറച്ചിൽ മാറുന്നില്ല. അവിടെ ഇങ്ങനെ കുറ്റം പറയൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ അയാളുടെ കുറ്റം പറയും. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, ഏത് സ്ഥലത്ത് പോയാലും ആദ്യം ചെന്നിരിക്കും, ഏറ്റവും അവസാനമേ പോരുള്ളൂ. ആദ്യം ചെന്നിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പിന്നെയല്ലേ വരുന്നേ. ഏറ്റവും അവസാനം പോയാലോ പോകുന്നവരുടെ കുറ്റമല്ലേ നമ്മൾ പറഞ്ഞു പോകുന്നേ. അപ്പം അവസാനം പോയാൽ നമ്മുടെ പറയില്ലല്ലോ എന്നൊരു ആശ്വാസത്തിൽ. ഓർക്കണം, പിറുപിറുപ്പ് വർദ്ധിക്കുന്നിടത്ത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും. ആ സ്ഥലത്ത് വിളിക്കുന്ന പേരാണ് തബേര. ഇസ്രയേൽ ജനത്തിൻ്റെ അഭിഷേകം നഷ്ടമായി പോയി. നാവിൻ്റെ കൃപ നഷ്ടമായി പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നാവിന് ഒരു അഭിഷേകമുണ്ട്. നാവിന് ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന ഈ അഭിഷേകം നഷ്ടമായി പോയതായിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുമ്പം നാവിലൂടെയാണ് അഭിഷേകം ചെയ്തത്. യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായം. അവൻ യെശയ്യാവിനെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു കൊടില് കൊണ്ട് നാവിനെ തൊട്ടു. നാവിനെ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു. യിരെമ്യാവിനെ തെരഞ്ഞെടുത്തപ്പോഴും ഒരു ചുരുള് അവൻ്റെ നാവിന്മേൽ കൊടുത്തു. അവൻ്റെ നാവിനെ വിശുദ്ധീകരിച്ചു. ശ്ലീഹന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് സഹിയോൻ മാളികയിൽ വെച്ച് അവരെ അഭിഷേകം ചെയ്യുന്നത് തീനാവുകളുടെ രൂപത്തിലാണ്. തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ നാവ് കൊണ്ട് നാവിനെ അഭിഷേകം ചെയ്യുന്നതായിരിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. നമ്മുടെയൊക്കെ നാവിൻ്റെ അഭിഷേകം കെട്ടുപോയോ? നമ്മളൊന്ന് ആലോചിച്ചേ. എത്ര നമ്മൾ കുറ്റം പറയുന്നുണ്ട്, എത്രമേൽ നമ്മൾ പിറുപിറുക്കുന്നുണ്ട്. മുഖത്ത് നോക്കി കാര്യം പറയുന്നതിന് ഒരു സൗന്ദര്യമുണ്ട്, പിറുപിറുക്കുന്നതിന് ആ സൗന്ദര്യമില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നോ? മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞോണമെന്നേ. നിങ്ങൾക്കിപ്പം ഇഷ്ടപ്പെട്ടില്ല, ആ മുഖത്ത് നോക്കി പറയണം. മുഖത്ത് നോക്കി പറയുമ്പോൾ അവിടെ തീരും. മറ്റെന്താണെന്നറിയാമോ? പിറുപിറുത്തോണ്ടിരിക്കും. പിറുപിറുക്കുമ്പം ആക്ഷൻസിന് മാറ്റം വരും. അങ്ങനെയല്ലേ? പിറുപിറുത്തിട്ട് ഒരു ചായ കൊണ്ടുപോയി നമ്മൾ ടേബിളിൽ വെക്കുമ്പം ആക്ഷൻസിന് മാറ്റമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പിറുപിറുത്തോണ്ടിരുന്നിട്ട് അതിന് ആക്ഷൻസിന് മാറ്റമുണ്ട്. പിറുപിറുത്തതായിരിക്കുന്ന സ്ഥലത്ത് ദൈവം തീ അയച്ചു. മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ഥലത്ത് പോലും ദൈവം തീ അയച്ചില്ല. എന്നാൽ പിറുപിറുത്ത സ്ഥലത്ത്, ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്ത സ്ഥലത്ത് ആ വീട്ടിൽ അവിടെ സാത്താൻ കയറി. എവിടെയാണോ പിറുപിറുപ്പുള്ളത് ആ വീട്ടിൽ പിശാച് കയറും കേട്ടോ. എവിടെയാണോ നിരന്തരമായി കുറ്റം പറയുന്നത് ആ വീട്ടിൽ സാത്താൻ കയറും. അതുകൊണ്ടാണ് ഇതേ പാപം നമ്മുടെ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യും. ഏത് തിന്മ? നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നതാണെങ്കിൽ അതേ തിന്മ വീട്ടിൽ വരും. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. റോമർ 2-ാം അധ്യായം 1-ാം വാക്യം. ഏത് തിന്മയാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറ്റം പറയുന്നത്, ആ തിന്മ അതേ തിന്മ വീട്ടിൽ വരും. അതായത് വീട്ടിലിരുന്നിങ്ങനെ സമൂഹത്തിലെ ഒരു കാര്യത്തെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ഇതേ തിന്മ എന്നിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. കാരണം ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിൻ്റെ അഭിഷേകത്തെ കളയരുത്. നാവിൻ്റെ അഭിഷേകത്തെ കളയാതിരിക്കണമെങ്കിൽ നാവിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കൃപ വരണം. യിരെമ്യാ പ്രവചന പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം. അധമമായതൊഴിച്ച് നീ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയായി തീരും. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആയിത്തീരും. ഞാനെൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഒരാളുടെ ജീവിതത്തിൽ പിശാച് കയറുവെന്ന് സ്ഥാനമെടുക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമായി തീരുന്നത്. ഡു നോട്ട് ഗിവ് എ ചാൻസ് ടു ഡെവിൾ എന്നുള്ളതാണ് നമ്മൾ ആരംഭിച്ചത്. എഫെസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം. ഡു നോട്ട് ഗിവ് എ ചാൻസ് ടു ഡെവിൾ. ഒരാളുടെ ജീവിതത്തിൽ പിശാച് ഇടം നേടുന്ന ഒന്നാമത്തെ കാര്യം ആരാധനയിലെ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥന നടത്തും, മധ്യസ്ഥ പ്രാർത്ഥന 10 മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ആകെ അലക്ഷ്യത, ആകെ ഒരു ക്ഷീണം. ഓർക്കണം, വരികയാണെങ്കിൽ ആര് വരുന്നുണ്ടെന്നറിയോ? ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ആരുണ്ടാവും? അതുണ്ടാവും. കുർബാനയ്ക്ക് ഇവിടെ വന്നിട്ട് ആകെ ഒരു അസ്വസ്ഥത, നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ഇങ്ങോട്ട്, ആകെ ക്ഷീണം. ഓർക്കണം, വീട്ടിൽ ചെല്ലുമ്പോൾ ആരുണ്ടാവുന്നു? പിശാച് ഇടം പിടിച്ചിട്ടുണ്ടാകും. സൈറ്റൻ എൻറ്റേർഡ് ഇൻടു ജൂദ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. മറക്കരുത്, ആരാധനയിൽ ഇത്ര നിസ്സാരമായ അപ്പം എന്ന് തോന്നിയപ്പോൾ അവിടെ വിഷം വന്നു, കലഹമായി, ഭിന്നതയായി. രണ്ടാമത്തേത്, പിശാച് കയറി വരുന്ന രണ്ടാമത്തെ വഴി വിശ്വാസ ജീവിതത്തിൽ നിന്ന് ചില കൃപകൾ മാറ്റും. വിശ്വാസത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും. ആദ്യ കുടുംബത്തിൽ നിന്ന് വിശ്വാസം മാറ്റിയിട്ട് അവിടെ പിശാച് കയറി.
എന്നാൽ രണ്ടാമത്തെ കുടുംബത്തിൽ, വേദപുസ്തകത്തിലെ രണ്ടാം ഹൗവയായിരിക്കുന്ന കന്യക മറിയാമിന്റെ കുടുംബത്തിൽ, സുവിശേഷത്തിന്റെ താളുകളിലെ ആദ്യ കുടുംബത്തിൽ വിശ്വാസം ശക്തമായിട്ടുണ്ടായിരുന്നു. വിശ്വാസം അമ്മ മറിയത്തിനും ജോസഫിനും ശക്തമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ വീട്ടിൽ ആര് വന്നു? യേശു വന്നു. ആദ്യ കുടുംബത്തിൽ ആര് വന്നു? പിശാച് കയറി. രണ്ടാമത്തെ കുടുംബത്തിൽ ആര് കയറി? പ്രിയപ്പെട്ട ഗ്രഹനാഥ, നമ്മൾ വിശ്വസിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ കർത്താവ് വരും. മൂന്നാമത്, നാവിൻ്റെ അഭിഷേകം പോയാൽ ആ ഭവനത്തിൽ പിശാച് പ്രവേശിക്കും. നാവിൻ്റെ അഭിഷേകം. ഇത് മൂന്നുമുണ്ടായിരുന്ന പെൺകുട്ടിയാണ് അമ്മ മറിയം. ആരാധനയിൽ ശ്രദ്ധയുണ്ടായിരുന്നവൾ. രണ്ടാമതായി, വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ടുള്ള വഴികളിൽ ദൈവം നടത്തുമെന്ന വിശ്വാസമുണ്ടായിരുന്നവൾ. മൂന്നാമതായിട്ട്, നാവിൻ്റെ വിശുദ്ധി. അതുകൊണ്ടാണ് അമ്മ മറിയത്തെക്കുറിച്ച് വേദപുസ്തകം പലയിടങ്ങളിലായി രേഖപ്പെടുത്തുന്നത്. അവളെല്ലാം ഹൃദയത്തിൽ, നമ്മളായിരുന്നെങ്കിലോ എന്നാകെ പറഞ്ഞേനെ അല്ലേ, എത്ര പിറുപിറുത്തേനെ. ആ ശിമയോൻ പറയാണ്, അതാണ്ട് നിന്റെ ഉള്ളിലൂടെ ഒരു വാൾ കിടക്കും. നമ്മളാണ് എന്നെ പറഞ്ഞേനെ, ഇയോട് പ്രായമായിട്ട് കുളവൻ, അങ്ങനെ പറഞ്ഞേനെ. എന്ത് ചെയ്തെന്നോ? അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഓർക്കണം, അമ്മ മറിയം അവള് ആരാധനയിൽ ലക്ഷ്യമുണ്ടായിരുന്നു, ശ്രദ്ധയുണ്ടായിരുന്നു, വിശ്വാസ ജീവിതത്തിൽ വലിയ കൃപയുണ്ടായിരുന്നു. മൂന്നാമതായിട്ട്, നാവിൻ്റെ വിശുദ്ധി സംരക്ഷിച്ചു. അവിടെ പിശാചിനിടമില്ലാതായി, കർത്താവിന് ഇടമുണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ പിശാചിന് ഇടം കൊടുക്കരുത്. നമുക്കൊരു നിമിഷം തലകള വണക്കാം, പ്രാർത്ഥിക്കാം. ആഴിയതിൽ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ ചേർന്നിടുമേ. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലയിടങ്ങളിലായി പിശാച് പ്രവേശിച്ചിട്ടുണ്ട്. ഡു നോട്ട് ഗിവ് എ ചാൻസ് ടു ഡെവിൾ എന്ന പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടും ആരാധനയിൽ എത്രയോ തവണ പിശാച് ഞങ്ങളെ പിടിച്ചു. കർത്താവേ, അങ്ങ് ബലിപീഠത്തിൽ, സ്വർഗത്തിൽ നിന്ന് ബലിപീഠത്തിലേക്ക്, ആ ത്രോണോസിലേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടും ഞങ്ങൾക്ക് ഹൃദയം തുറന്ന് കാണാൻ പറ്റാത്തതായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ദൈവമേ, അങ്ങ് ബലിപീഠത്തിൽ ഇറങ്ങി വന്നപ്പോഴും ഞങ്ങളുടെ മനസ്സ് ഏകാഗ്രമല്ലാതെ പുറത്ത് അലഞ്ഞുകൊണ്ടിരുന്നല്ലോ. കർത്താവേ, ക്ഷമിക്കണമേ. പിശാച് ഞങ്ങളെ ആരാധനയിലെ അലക്ഷ്യത കാരണം പിടിക്കുവാൻ ഇനി ഇടയാക്കരുതേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ശീമോനെ, ശീമോനെ, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് അങ്ങ് ശീമോനോട് കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസം നഷ്ടമായി പോകാതിരിക്കാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ തലമുറകളിൽ വിശ്വാസം പോയി പോകാതിരിക്കാൻ എൻ്റെ കർത്താവേ, ഈ ആലയത്തിനുള്ളിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് സഹിയോൻ മാളികയിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു നാവിന് പകരം പരിശുദ്ധതകൾ സംസാരിക്കുന്ന, വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന, കർത്താവെ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുന്ന ഒരു നാവും ഒരു ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഈ സന്ധ്യ ദൈവാത്മാവ് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യണമേ. കൃപകളാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കാവലാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.